Good morning. Good morning, Good ma'am. morning. Good morning. ഒരു 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം, കാരണം പിന്നെ ഞാൻ ഇത് ലോക്ക് ചെയ്യും. നമ്മളൊരു ചെറിയ മെഡിറ്റേഷനിലേക്ക് പോകുന്നതുകൊണ്ട് പിന്നെ വരുന്നവർക്ക് കയറാൻ പറ്റുന്നില്ലേ. 2 മിനിറ്റ്സ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്താലോ? Okay. Okay, ഓക്കെ ma'am. അല്ലേ എല്ലാവരും? യെസ് യെസ്, Yes, 2 minutes, ma'am. just 2 minutes. ഓക്കെ. ക്യാമറയിൽ വന്ന എല്ലാവർക്കും എൻ്റെ പ്രത്യേക സ്നേഹം, ഇഷ്ടം അറിയിക്കുകയാണ്. വളരെ സന്തോഷം. ഷംന, യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ ടുഡേ. ജാൻസി മാഡം, സബീർ സർ ഓൾവേസ് എനർജറ്റിക്, ജാൻസി മാഡം എംപതറ്റിക്, സരിജ, മിനി, മൈ എന്താ പറയേണ്ടത്, എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻറ്റ്, എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരാണ്. ശക്തിപ്രിയൻ സർ, സന്തോഷം സന്തോഷം എല്ലാവർക്കും. ക്യാമറയിൽ വന്നവർക്ക് എൻ്റെ പ്രത്യേക സ്നേഹം ഒരിക്കൽ കൂടി. സോ നൈസ്. അപ്പം Thank you. നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പോകാം. ഇനിയിപ്പം വന്നാൽ ഞാൻ ലോക്ക് ചെയ്യട്ടെ, കാര്യം നമ്മളൊരു മെഡിറ്റേഷനിലേക്ക് കയറുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ദ ബ്യൂട്ടിഫുൾ സബ്ജക്റ്റ് ലോ ഓഫ് അട്രാക്ഷൻ ആൻഡ് മാനിഫെസ്റ്റേഷൻ നമ്മൾ സംസാരിക്കും. കുറച്ച് മെസ്സേജ് വന്നിരിക്കുന്നു. ഓക്കെ, നമുക്ക് മാം ഇതിന് മുമ്പുള്ള റെക്കോർഡിങ്സ് കിട്ടുമോ ഈ ഉബുണ്ടുയുടെ 11 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഉബുണ്ടു ആണല്ലേ? ഉബുണ്ടുവിന്റെ അതെ, അതെ. റെക്കോർഡിങ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ടാഗ് മാംഗോയിലേക്ക് അത് ഇടുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ഇപ്പം പിന്നെ ഞാൻ ഇന്ത്യയിൽ വന്നതിന് ശേഷം അത് ശരി KYC അപ്ഡേഷൻസ് ചെയ്താലാണ് പക്കായിട്ട് അത് ഫങ്ഷൻ ചെയ്യുള്ളൂ. അതാണ് ഫസ്റ്റ് അതാണ് എനിക്ക് ചെയ്യേണ്ടത് ടാഗ് മാംഗോയില്. അതെ അതെ അതെ. അപ്പൊ KYC അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാവണം. അപ്പോ അതെ, okay, okay. അതുകൊണ്ട് അതിൻ്റെ ഒരു ഡിലേ ആണ്. പിന്നെ യൂട്യൂബിൽ അൺലിസ്റ്റഡ് ആക്കി ഇട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ടെക്നിക്കൽക്കാരോട്ട് ഞാൻ Ma'am, യെസ്. ഞാൻ ഇന്ന് രാവിലെ യൂട്യൂബിൽ കയറിയിട്ട് ഞാൻ നോക്കി ഉബുണ്ടുവില് എനിക്ക് നേരത്തെ പഠിപ്പിച്ച കുറെ കാര്യങ്ങൾ വീണ്ടും കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള കുറെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നോക്കി രാവിലെ. ചിലതൊക്കെ ഇരുന്ന് ഞാൻ കണ്ടു. അപ്പൊ അത് ശരിക്കും പറഞ്ഞാല് മാം ഇടുന്ന ടോപ്പിക്കുകൾ വളരെ ഉപകാരപ്രദമാണ്. അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടിരുന്നാല് എന്നെ പോലെയുള്ള കോച്ചുകൾക്ക് അത് മുന്നോട്ട് വളരെ ഉപകാരപ്രദമായിരുന്നു മാം. അതുകൊണ്ട് അത് മിസ് ചെയ്യരുതെന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. കാരണം അത്രയും വാല്യബിൾ ആണത്. പ്രത്യേകിച്ച് കോച്ചുമാർക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് അത് ഒരുപാട് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തായിരുന്നു മാമിന്റെ. ഞാൻ വീണ്ടും കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന ചിലത് നോട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെന്ന് ഉദ്ദേശിച്ചത് പലതും എനിക്ക് കണ്ടെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണത്, യൂട്യൂബിൽ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടിരുന്നെങ്കിൽ നമുക്ക് എപ്പോ വേണമെങ്കിലും അത് കാണാമായിരുന്നു. ഞാൻ നമ്മുടെ ടെക്നിക്കൽ ടീമിനോട് ഞാൻ പറയാം യൂട്യൂബിലേക്ക് ഇടാൻ. കുറേയധികം ടാഗ് മാംഗോയുടെ തന്നെ, സോറി, ഉബുണ്ടുവിൻ്റെ തന്നെ കുറച്ച് പവർഫുൾ ടോപ്പിക്സ് ഇനിയും നമ്മൾ നമ്മൾ സെഷൻ കഴിഞ്ഞിട്ട് ഇടാത്തതുണ്ട്. ഇടാം. ഓക്കെ, സോ നമുക്ക് ബിഗിൻ ചെയ്യാം. ഫെബ്രുവരിയിലെ ആദ്യത്തെ നമ്മുടെ ദുബായിക്ക് പോകുന്നതിന് മുമ്പത്തെ ടോപ്പിക് സൂപ്പർ ടോപ്പിക് ആയിരുന്നു. അത് ഏതായിരുന്നു ടോപ്പിക്? ഏതായിരുന്നു? ഫസ്റ്റ് നോക്കട്ടെ, ഒരു ഞാൻ മറന്നുപോയത്. മണിയെ കുറിച്ചാണ് മാം പറഞ്ഞത് അന്നൊരു സൂപ്പർ മണി മാനിഫെസ്റ്റേഷൻ ആയിരുന്നു. അത് സൂപ്പർ ടോപ്പിക് ആയിരുന്നു. പക്ഷെ അത് നമുക്ക് കിട്ടിയില്ല. അത് മാം പറഞ്ഞായിരുന്നു, പിന്നെ തരാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ 8/3 അല്ല, 8/3 ഫെബ്രുവരി ആദ്യം മണി മാനിഫെസ്റ്റേഷൻ ആണ്.
ഉം. ഞാനത് നോക്കിയിട്ടുണ്ടായിരുന്നു, എനിക്കും കിട്ടിയില്ല. ആ മണി അത് സൂപ്പർ ടോപ്പിക് ആയിരുന്നു. ഞാനോ ഒത്തിരി പറയാം. എഴുതാനും പറ്റിയില്ല അത്. ഓക്കെ, പറയാം. മാം, ഓക്കെ, ഈ നമുക്ക് പോകാം. ക്ലാസ് അല്ലാണെങ്കിൽ നമുക്ക് അത് അന്നേരം കേട്ട് എഴുതി വെക്കാൻ അത്രയും പറ്റത്തില്ല. ഇത്രയും സംഭവങ്ങൾ നമ്മൾ ഓർത്തിരിക്കത്തില്ല. അപ്പൊ അതൊന്ന് ഒന്നും കൂടി ഒന്ന് കാണാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, റെക്കോർഡിങ് അത് യൂട്യൂബിലെങ്കിലും അപ്ലോഡ് ചെയ്താൽ ഇടാം ഇടാം ഉപകാരമായിരുന്നില്ല. ഇടാം ഇടാം. ആ 8:02 തീർച്ചയായിട്ടും നിങ്ങൾ ആണ് മാം. മണി ആൻഡ് അബണ്ടൻസ് ആണ്. മണി ആൻഡ് അബണ്ടൻസ് 8:02 8:02 അല്ലേ? ഞാൻ ഇന്ന് തന്നെ ആളിനോട് പറയാം. ഓക്കെ, ലെറ്റ്സ് മൂവ്, ലെറ്റ്സ് ഗോ. താങ്ക് യു നിഷ. ശരത്, ഗുഡ് മോർണിംഗ്. ഓക്കെ, സോ നമുക്ക് പോകാം, സെഷനിലേക്ക് പോകാം. കയ്യിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് മേശപ്പുറത്ത് വെച്ചിട്ട് ക്ലോസ് യുവർ ഐസ്, കണ്ണുകൾ അടയ്ക്കാം. ടേക്ക് ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഇൻ ഡീപ്ലി and slowly. Again, exhale deeply and slowly. Once again, inhale deeply and release. Deep inhalation and slowly exhale. Let your body soften. Let your shoulders drop. Let your face relax. ശരീരം റിലാക്സ് ചെയ്യട്ടെ, ഷോൾഡേഴ്സ് ഡ്രോപ്പ് ചെയ്തിടാം. റിലാക്സ് ചെയ്യട്ടെ ആൻഡ് ടോട്ടൽ ബോഡി റിലാക്സ് ചെയ്യട്ടെ, ഫേസ് റിലാക്സ് ചെയ്യട്ടെ. ഈ ഒരു മൊമെന്റിൽ നിങ്ങളുടെ കൈകളിൽ ഒന്നുമില്ല. ഈ ഒരു മൊമെന്റ് നിങ്ങൾ എന്തെങ്കിലും ആയി തീരാൻ ആഗ്രഹിക്കുന്നുമില്ല. ജസ്റ്റ് ബി വിത്ത് ദിസ് മൊമെന്റ്. ബ്രിങ് യുവർ അവയർനെസ് ടു യുവർ ബ്രീത്ത്. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കൊണ്ടുവരിക. നോസിലൂടെ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും ആ ഒരു എനർജി ബോഡിയിൽ ആകമാനം പോകുന്നതും ഇമാജിൻ ചെയ്യുക. സാവകാശം ശ്രദ്ധ ശരീരത്തിലേക്ക് കൊണ്ടുവരിക. റിലാക്സ് യുവർ ഫോർഹെഡ്. കണ്ണുകൾ റിലാക്സ് ചെയ്യട്ടെ. താടിയെല്ലുകൾ റിലാക്സ് ചെയ്യട്ടെ. ലെറ്റ് യുവർ നെക്ക് സോഫ്റ്റ്, യുവർ ഷോൾഡേഴ്സ് മെൽറ്റ്. ഷോൾഡറിൽ നിന്ന് എന്തെങ്കിലും വെയിറ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം റിലീസ് ചെയ്ത് പോകുന്ന പോലെ, ഷോൾഡർ വെയിറ്റ്ലെസ് ആകുന്നത് പോലെ ഫീൽ ചെയ്യാം. രണ്ട് കൈകളും ശരീരവും ടോട്ടലി റിലാക്സ് ചെയ്യട്ടെ. റിലാക്സ് യുവർ ചെസ്റ്റ്, യുവർ ഹാർട്ട് സ്പേസ് റിലാക്സ് ചെയ്യട്ടെ. റിലാക്സ് യുവർ സ്റ്റൊമക്ക്. Please release the tightness. Relax your legs, knees and feet. ഇപ്പോൾ ശരീരം മുഴുവൻ റിലാക്സ് ചെയ്ത് കഴിഞ്ഞു. You are supported. Now, gently bring your awareness to your heart. ഹൃദയത്തിൻ്റെ ഭാഗത്തിലേക്ക് നിങ്ങളുടെ അവയർനെസ്സിനെ കൊണ്ടുവരിക. Place your hand on your heart. വലത് കൈ ആ ഭാഗത്തേക്ക് വെക്കുക. And silently say, I am safe in this moment. I am supported. I am held. Feel your heartbeat. Heartbeat നന്നായിട്ട് ഫീൽ ചെയ്യുക. ലൈഫ് ഈസ് ഫോളോയിങ് ത്രൂ യു. അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന പോലെ ഇല്ലേ? ലൈഫ് ഈസ് ഫോളോയിങ് ത്രൂ യു. യു ആർ നോട്ട് alone. There is a deeper intelligence breathing you, guiding you, supporting you, saves you.
Now imagine ഒരു സോഫ്റ്റ് വാം ലൈറ്റ് നിങ്ങളുടെ ശിരസിൻ്റെ, അതായത് ക്രൗൺ ചക്രയിലൂടെ ശരീരത്തിലേക്ക് ഒഴുകുന്നതായിട്ട് ഇമാജിൻ ചെയ്യൂ. എ ബ്യൂട്ടിഫുൾ ഡിവൈൻ ലൈറ്റ്. Light slowly move into your head, clearing all heavy thoughts. It flows into your heart, melting all the pain, healing old emotions. It moves into your body, releasing stress, fear, doubt. ആ ദിവ്യമായ ഡിവൈൻ ലൈറ്റ് നിങ്ങളുടെ ശരീരത്തിലൂടെ എല്ലാ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളും വാഷ് അവേ ചെയ്തിരിക്കുന്നു. നിങ്ങളെ സെർവ് ചെയ്യാത്തതൊന്നും നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോഴില്ല. സൈലൻ്റിൽ മെല്ലെ മനസ്സിൽ പറയാം, ഐ റിലീസ് വാട്ട് നോ ലോങ്ങർ സെർവ്സ് മീ. എനിക്ക് വേണ്ടാത്തതൊക്കെ ഞാൻ ഇവിടെ റിലീസ് ചെയ്ത് കഴിഞ്ഞു. ഐ ഫോർഗീവ് മൈസെൽഫ്. ഞാൻ എന്നോട് തന്നെ ക്ഷമിച്ചിരിക്കുന്നു. ഐ അലോ മൈസെൽഫ് ടു ബി ഫ്രീ. എല്ലാത്തിൽ നിന്നും സ്വതന്ത്രമാകാൻ ഞാൻ എന്നെ അനുവദിച്ചിരിക്കുന്നു. നൗ സീ യുവർ സെൽഫ് ആസ് യുവർ ഹയസ്റ്റ് വേർഷൻ. വളരെ കാമായ, കോൺഫിഡൻ്റായ, ക്ലാരിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ നിങ്ങളെ കാണും. ആ വ്യക്തി നടക്കുന്നത് നിങ്ങൾ കാണും. ആ വ്യക്തി സംസാരിക്കുന്നത് കാണും. How you feel. This version of you is not struggling. This version of you knows. എല്ലാം അറിയാം. ആ പുതിയ വേർഷൻ, ആ കോൺഫിഡൻ്റ് ആയിട്ടുള്ള, ക്ലാരിറ്റി ഉള്ള വ്യക്തിക്ക് എല്ലാത്തിനെ കുറിച്ചും ധാരണയുണ്ട്. Now gently step into that version. ആ വ്യക്തിയിലേക്ക് മെല്ലെ അടുത്തേക്ക് പോവുക. And become that person. ആ വ്യക്തിയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ആ കോൺഫിഡൻറ്റ്, ക്ലിയർ, പവർഫുൾ, ലവിങ് പേഴ്സണുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ആ വ്യക്തി നിങ്ങളായി തന്നെ, നിങ്ങൾ ആ വ്യക്തിയായി മാറുക. അത് നിങ്ങളുടെ ബോഡിയിൽ ഫീൽ ചെയ്യുക. ഫീൽ ഇൻ യുവർ എനർജി. ഐ ആം ബിക്കമിങ് മൈ ഹയസ്റ്റ് സെൽഫ്. എൻ്റെ ഹയസ്റ്റ് സെൽഫായി ഞാൻ മാറിയിരിക്കുന്നു. ഐ ട്രസ്റ്റ് മൈ ജേർണി. ഈ യാത്ര, ഈ ലൈഫ് ഞാൻ ട്രസ്റ്റ് ചെയ്തിരിക്കുന്നു. ഐ ട്രസ്റ്റ് മൈ സെൽഫ്. ഐ ആം പവർഫുൾ, കാം ആൻഡ് അലൈൻഡ്. ഈ നിമിഷം ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞൊഴുകട്ടെ. Think of one thing or one moment or one blessing and feel, thank you. Thank you. Gratitude multiplies everything. Peace, clarity, abundance, prosperity, love, money, health, and everything. Feel it. Feel it. ഹൃദയം നിറഞ്ഞ് ഫില്ല് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാം. ഫീൽ ഇറ്റ്. എൻറ്റയർ ബോഡിയിലും ആ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ റിഫ്ലക്ഷൻസ്, ആ ഫീലിംഗ് കൊണ്ടുവന്ന് നിങ്ങളുടെ എനർജി ഹയർ 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 ലെവലിലേക്ക് പോകുന്നത്, നിങ്ങളുടെ ഫ്രീക്വൻസി ബ്യൂട്ടിഫുള്ളായിട്ട് ഹൈക്കിലേക്ക് പോകുന്നത് ഫീൽ ചെയ്യുക. സോ നൈസ്. Thank you for this wonderful moment. Thank you, universe. Thank you, my body, my mind, my spirit. Thank you, my parents. Thank you to all those who loves me, hurts me, blame me. With unconditional power of gratitude, with unconditional love, share blessings and gratitude to each and every one of your life. എല്ലാവർക്കും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാം.
ഒരു രീതിയിലല്ലെങ്കിലും മറ്റൊരു രീതിയിൽ അവർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ദിസ് വണ്ടർഫുൾ മൊമെന്റ് ആൻഡ് യൂണിവേഴ്സ്. താങ്ക് യു ഗോഡ്, താങ്ക് ഗോഡ് for this awareness. And once you okay with yourself, once you're ready, slowly open your eyes and rub your both hands together and place your eyes. And open your eyes slowly, as and when you're ready, with a beautiful smile. Thank you. Thank you, ma'am. Thank you. High five, Dahlia. Thank you. Thank you. Thank you. ഡാലിയയുടെ ചിരി കണ്ടിട്ടാണ് ഞാൻ ഡാലിയക്ക് ഒരു ഹൈ ഫൈ തന്നത് കേട്ടോ. താങ്ക് യു സോ മച്ച്. സോ Thank നമ്മൾ you. ഇന്ന് സംസാരിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. കുറച്ച് പേർക്ക് അത് അറിയാം, കാരണം കുറച്ച് കോച്ചുമാർ ഇവിടെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്കത് അറിയാം. അപ്പം ഇതിൻ്റെ വളരെ ഡീപ്പർ ലെവലിൽ ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി. നമുക്ക് ആ ഒരു ഡിഫറൻസിയേഷൻ മനസ്സിലാക്കി കഴിയുകയാണെങ്കിൽ നമ്മൾ വളരെ കോൺഷ്യസ് ആകും. നമുക്ക് വേണ്ട കാര്യങ്ങൾ ലൈഫിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കുറച്ച് എളുപ്പമാകും. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് പോകാം. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ, അല്ലെങ്കിൽ എന്താണ് മാനിഫെസ്റ്റേഷൻ? ഇത് രണ്ടും, ലോ ഓഫ് അട്രാക്ഷൻ വേഴ്സസ് മാനിഫെസ്റ്റേഷൻ ആണ് ഈ ഒരു സെഷന്റെ പേരിട്ടിരിക്കുന്നത്. ഒരു ട്രൂത്തിന്റെ 2 സൈഡ്സ് ആണ്. ഇതെങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. 2 സൈഡ്സ് ഓഫ് ദ സെയിം ട്രൂത്ത്, പക്ഷെ രണ്ടും രണ്ടാണ്. അതെങ്ങനെ നമുക്ക് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ കോച്ചുമാരോടും ചിലപ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് ഈ ചോദ്യം ഫേസ് ചെയ്യേണ്ടി വരും, ഈസ് ദ ലോ ഓഫ് അട്രാക്ഷൻ ദ സെയിം ആസ് മാനിഫെസ്റ്റേഷൻ? അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ഈ കോച്ചുമാർ നിർബന്ധമായിട്ടും മറുപടി പറയേണ്ടതുണ്ട്. നിങ്ങൾ എന്ത് പറയും? ഇവിടെ ഇരിക്കുന്ന കോച്ചുമാരോടാണ്, ബാക്കിയുള്ളവർ കേട്ടാൽ മതി. നിങ്ങൾ എന്ത് പറയും? സെയിം ആണെന്ന് പറയൂ രണ്ടും? ഇല്ല മാം, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ലോ ആണ്. അത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം പോലെ അത് എല്ലായിടത്തും എല്ലാവരിലും പ്രവർത്തിക്കുന്ന ഒന്നാണ്. അത് നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അത് നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിനെ ബോധപൂർവം നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മനഃപൂർവ്വമായിട്ട് നമ്മുടെ ചിന്തകളും നമ്മുടെ എനർജിയും ഒക്കെ ഉപയോഗിച്ച് അതായത് ആ ലോ ഓഫ് അട്രാക്ഷൻ എന്ന ഒരു റൂളിന്റെ പിൻബലത്തോടെ നമ്മളിലേക്ക് എത്തിക്കുന്നതിനെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. വെരി ഗുഡ്, വെരി ഗുഡ്. അജയ മാനിഫെസ്റ്റേഷൻ കോച്ചാണ്, അതുകൊണ്ട് നന്നായിട്ടത് മനസ്സിലാക്കിയിട്ടുണ്ട്. വെരി ഗുഡ്. സോ ഇതിന്റെ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് ഞാൻ പറയാം. താങ്ക് യു. ലോ ഓഫ് അട്രാക്ഷൻ ഇസ് എ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ, ഒരു യൂണിവേഴ്സൽ നിയമമാണ്. ലൈക്ക് ഷീ സെഡ്, ഗ്രാവിറ്റി, ലോ ഓഫ് ഗ്രാവിറ്റി നമുക്കറിയാം. ഗ്രാവിറ്റി, ഗുരുത്വാകർഷണ നിയമം, നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും കേട്ടാലും കേട്ടില്ലെങ്കിലും പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും അതവിടെ ഉണ്ട്. അപ്പം നമ്മുടെ ആപ്പിൾ വീണു, ഇന്നും ആപ്പിൾ വീണുകൊണ്ടിരിക്കുന്നു, തേങ്ങ അടുത്തിടുമ്പോൾ തേങ്ങ വീണുകൊണ്ടിരിക്കുന്നു. നമ്മൾ അതിനകത്ത് നമ്മൾക്ക് പ്രത്യേകിച്ച് റോളില്ല, അത് യൂണിവേഴ്സിന്റെ നിയമമാണ്. അതിന് പറയുന്നത് ലൈക്ക് അട്രാക്ട് ലൈക്സ്. ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് അതാണ്. നമ്മുടെ ഡോമിനൻ്റ് ആയിട്ടുള്ള തോട്ട്സും ഫീലിങ്സും അതനുസരിച്ചുള്ള ഒരു ഫ്രീക്വൻസി നമ്മളിൽ നിന്ന് എമിറ്റ് ചെയ്യും. നമ്മുടെ ഡോമിനൻ്റ് തോട്ട് സന്തോഷമാണെങ്കിൽ, നമ്മൾ ഹയർ ഫ്രീക്വൻസിയിലാണെങ്കിൽ നമ്മൾ എമിറ്റ് ചെയ്യുന്ന നമ്മളിൽ നിന്ന് പോകുന്ന ഫ്രീക്വൻസി ഹയറാണ്. ഡോമിനൻ്റ് തോട്ട് നല്ലതാണ്. ഇപ്പം ഗ്രാറ്റിറ്റ്യൂഡും ഭയങ്കര ലവായിട്ടുള്ള, എല്ലാവരും നന്നായിരിക്കണം, ലോകം എത്ര മനോഹരമാണ്, ആളുകൾ എത്ര നല്ലതാണ്, ദൈവം എന്തൊക്കെ കാര്യങ്ങളാണ് യൂണിവേഴ്സ് നമുക്ക് തന്നിരിക്കുന്നത്, ഈ തോട്ടാണ് നമ്മൾ എമിറ്റ് ചെയ്ത് നമ്മൾ ഹൈ ഫ്രീക്വൻസി പോവും. ഇതിനനുസരിച്ച് യൂണിവേഴ്സ് റെസ്പോണ്ട് ചെയ്യും. ഇതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ബ്രിങ്ങിങ് ബാക്ക് ടു അസ്. അതേപോലത്തെ അനുഭവങ്ങൾ, യൂണിവേഴ്സ് നല്ലതാണ് എന്നെനിക്കൊരു തോട്ട് ഉണ്ടെങ്കിൽ നല്ല അനുഭവങ്ങൾ എനിക്കിവിടെ തരും. എത്ര ഭാഗ്യമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്.
ജീവിതത്തിൽ എനിക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചായ കുടിക്കാം, കോഫി കുടിക്കാം, എനിക്ക് ചൂസ് ചെയ്യാം, എനിക്ക് നടക്കാൻ പോകാം, വേണമെങ്കിൽ നടക്കാൻ പോകാതിരിക്കും, എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് തന്നു. ഇത്രയും എനിക്ക് തന്നല്ലോ, ഇത്രയും എനിക്ക് കിട്ടിയല്ലോ. എക്സ്പീരിയൻസ് വീണ്ടും കിട്ടുന്നതാണ്, ഇനിയും എനിക്ക് ഇത്രയും കിട്ടുന്നില്ല എന്നുള്ള എക്സ്പീരിയൻസ് വീണ്ടും കിട്ടും. അതുപോലെ അതനുസരിച്ചിട്ടുള്ള ആളുകളെ, നന്ദിയുള്ള ആളുകളെ, സ്നേഹമുള്ള ആളുകളെ, സന്തോഷമുള്ള ആളുകളെ നമ്മളിലേക്ക് കൊണ്ടുതരും. അതിനനുസരിച്ചുള്ള സർക്കംസ്റ്റാൻസസ്, ദാറ്റ് മീൻസ് അവസരങ്ങൾ, അതിനനുസരിച്ചുള്ള മൊമെന്റ്സ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുതരും. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ. ഇത് വർക്ക് ചെയ്യുന്ന യൂണിവേഴ്സാണ്. നമ്മൾ എന്താണോ, നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മൾ എന്താണോ കൊടുക്കുന്നത് തിരിച്ച് നമുക്ക് കിട്ടും. ഇത് യൂണിവേഴ്സിൽ എക്സ്റ്റേണലി വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണേ. ദെൻ ഇറ്റ് ഈസ് ഓൾവേസ് വർക്കിംഗ്. അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്, എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, കോൺഷ്യസ് ആയാലും കോൺഷ്യസ് ആയില്ലെങ്കിലും, നമുക്ക് ഒരിക്കലും അത് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. ലോ ഓഫ് അട്രാക്ഷൻ നിർത്തി വെക്ക്. ഞാൻ ഒരാഴ്ച ലീവിൽ ഞാൻ ബാലിയിൽ പോയിട്ട് വന്നിട്ട് ലോ ഓഫ് അട്രാക്ഷൻ മതി, എനിക്ക് അവിടെ കുറച്ച് വേണ്ടാത്ത, ചിലപ്പോൾ എൻ്റെ ചിന്തകൾ മാറിപ്പോവും എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും എപ്പോഴും. അപ്പുറത്തെ വീട്ടിൽ അവരുമായിട്ട് ഇരുന്ന് കുറ്റം പറയുമ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും. ഓ ദൈവമേ, എൻ്റെ മുടിഞ്ഞ ലൈഫാണല്ലോ ഇത്, അപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും. ഈ ജോലി മുഴുവൻ, അല്ലെങ്കിൽ ഈ ജോലി മുഴുവൻ എൻ്റെ തലയിൽ തന്നെ വരും. ജോലി മുഴുവൻ പിന്നെ നമ്മുടെ തലയിൽ തന്നെ വന്ന് വീഴും. ലൈക്ക് അട്രാക്ട് ലൈക്ക്. ഈ ഹസ്ബൻഡിന് എന്നോട് ഒരു സ്നേഹവും ഇല്ല, നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലാത്തൊരു കാര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യും. യൂണിവേഴ്സ് ആ സമയത്തായിരിക്കും തഥാസ്തു എന്ന് പറയുന്നതെങ്കിൽ അതുവരെ ഇല്ലാത്തൊരു കാര്യം അങ്ങയുടെ മനസ്സിലേക്ക് തോന്നിപ്പിക്കും. ഫ്രീക്വൻസി അങ്ങനെ നമ്മൾ വിട്ടു കഴിഞ്ഞു, നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു. കെയർഫുൾ ആകുക, കോൺഷ്യസ് ആകുക എന്നുള്ളതാണ് എപ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും. ലോ ഓഫ് അട്രാക്ഷൻ യു ക്യാൻ ഓൺലി ലേൺ ടു വർക്ക് വിത്ത് ഡെലിബറേറ്റ്ലി. നമ്മൾ അത് പഠിച്ചിരിക്കണം. ലോ ഓഫ് അട്രാക്ഷൻ ഡെലിബറേറ്റ് ആയിട്ട് അതിൽ വർക്ക് ചെയ്യാൻ, എനിക്ക് വേണ്ട രീതിയിൽ എന്നെ പ്രോഗ്രാം ചെയ്യാൻ എനിക്ക് കഴിയണം. ഞാൻ ഇതൊന്ന് മ്യൂട്ട് ചെയ്തോട്ടെ. ഓക്കെ. എന്നെ 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 മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഞാൻ എന്താണ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് സംസാരിക്കുന്നതെന്ന് എനിക്ക് അറിയണം, ഞാനത് മനസ്സിലാക്കണം. നമുക്ക് ലാസ്റ്റ് ഡൗട്ട് സംസാരിക്കാം. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, യു ആർ എ ലിവിങ് മാഗ്നറ്റ്. വാട്ട് യു തിങ്ക് അബൌട്ട് യു, what do you think about you or remaining the world, what do you think about you bring about. എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അത് നമ്മളിലേക്ക് വലിച്ചുകൊണ്ട് വരും. കടവാണെങ്കിൽ കണ്ടിന്യൂസ് കടമായിരിക്കും. എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എന്നും എനിക്ക് അസുഖമാണല്ലോ, എന്നും അസുഖമായിരിക്കും. കോൺഷ്യസ്ലി അൺകോൺഷ്യസ്, ഇവിടെ നമ്മൾ കോൺഷ്യസ് ലിവിങ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മുടെ ECCA ലെവൽ 1 ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അതാണ്, കോൺഷ്യസ് ലിവിങ്. കോൺഷ്യസ് ലിവിങ് എന്ന് പറയുന്ന 3ാമത്തെ സ്റ്റേജാണ്. ആ സ്റ്റേജിൽ എത്തിയാലേ കോൺഷ്യസ് ക്രിയേഷൻ നടക്കുള്ളൂ. അല്ലാതെ നമ്മൾ ഈ പറയുന്നതൊക്കെ നടക്കത്തില്ല. നമ്മൾ പോലും അറിയില്ല വി ആർ ഹ്യൂമൻ ബീയിങ്. അതുകൊണ്ട് തന്നെ ഇനി മാനിഫെസ്റ്റേഷനിലേക്ക് വരാം. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഡെലിബറേറ്റ് ആക്റ്റീവ് പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് എ സ്പെസിഫിക് ഡിസൈഡ് ഔട്ട്കം ഫ്രം നോൺ ഫിസിക്കൽ. അതായത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റിസൾട്ട്. എനിക്കിപ്പോൾ വേണ്ടത് ഒരു ഭംഗിയുള്ള വീടാണ്, നല്ലൊരു കരിയറാണ്, ഹെൽത്തി ബോഡി മൈൻഡാണ്. എനിക്ക് വേണ്ടത്, എനിക്ക് എൻ്റെ കരിയറിൽ എനിക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകലാണ്. ആ ഒരു ഔട്ട്കം, എൻ്റെ ഡിസൈഡ് ഔട്ട്കം, എൻ്റെ ആഗ്രഹം അതാണ്. ഇത് എവിടെ നിന്നാണെന്നറിയാമോ? നോൺ ഫിസിക്കൽ വേർഡിൽ നിന്ന്, ഇമാജിനേഷൻ, ബിലീഫ്, ഫീലിംഗ്, അതാണ് നോൺ ഫിസിക്കൽ. അവിടെ നിന്നും ഫിസിക്കൽ റിയാലിറ്റി ആക്കുന്നതാണ് മാനിഫെസ്റ്റേഷൻ. ഇമാജിനേഷനിലുള്ള, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിലുള്ള, അല്ലെങ്കിൽ എൻ്റെ ഫീലിംഗ്, ഇമാജിനേഷൻ, ഫീലിംഗ്, വിശ്വാസം ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു നോൺ ഫിസിക്കൽ വേൾഡിൽ നിന്നും ഫിസിക്കൽ റിയാലിറ്റി ആക്കി മാറ്റുന്ന ഒരു സംഭവമാണ് മാനിഫെസ്റ്റേഷൻ. ഇത് നോൺ ഫിസിക്കൽ വേൾഡിനാണുള്ളത്. ഫിസിക്കൽ വേൾഡിൽ ആ റിയാലിറ്റി ഇല്ല ഇപ്പോൾ, പക്ഷേ ആ റിയാലിറ്റി ഞാൻ കൊണ്ടുവരും.
ഞാൻ അതിനു വേണ്ടി ഡെലിബറേറ്റ് ആക്ഷൻ എടുക്കും, ഡെലിബറേറ്റ് ആക്റ്റീവ് പ്രോസസ്സ് എടുക്കും. അതാണ് മാനിഫെസ്റ്റേഷൻ. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇന്റൻഷണൽ പ്രാക്ടീസാണ്. അപ്ലൈയിങ് ദ ലോ ഓഫ് അട്രാക്ഷൻ കോൺഷ്യസ്ലി, വളരെ കോൺഷ്യസ് ആയിട്ട് നമുക്ക് വേണ്ടതിന് ഡെലിബറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. അത് പ്രാക്ടീസ് കൊടുത്ത് വളരെ ബോധത്തോടു കൂടി ബൈ യൂസിങ് സ്പെസിഫിക് ടെക്നിക്സ്, ഐഡൻറ്റിറ്റി വർക്ക് ആൻഡ് ഇമോഷണൽ അലൈൻമെൻറ്റ്. ഈ 3 കാര്യങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടാസ്ക് മാനിഫെസ്റ്റേഷനിൽ. നമ്മളെല്ലാവരും മാനിഫെസ്റ്റേഷൻ ചെയ്യും, പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെസിഫിക് ടെക്നിക്കാണോ? ഐഡൻറ്റിറ്റി വർക്ക് നമ്മൾ അവിടെ ചെയ്യുന്നുണ്ടോ? ഏത് ഐഡൻറ്റിറ്റിയിലാണ് നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്? ക്രൂഷ്യൽ. പോവർട്ടി സ്കേഴ്സിറ്റിയുടെ ഐഡൻറ്റിറ്റിയിൽ നിന്ന് നമ്മൾ അബണ്ടൻസ് മാനിഫെസ്റ്റ് ചെയ്താൽ നടക്കില്ല. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് എല്ലാവരും അബണ്ടൻസിലേക്ക് പോകാത്ത. എന്താണ്? വർഷങ്ങളോളം അഫർമേഷൻ പറയുന്ന എത്രയോ പേരുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്ന എത്രയോ പേരുണ്ട്. എന്തുകൊണ്ട് അവിടേക്ക് പോകുന്നില്ല എന്ന് ചോദിച്ചാൽ അവരുടെ പ്രാക്ടീസ് ശരിയല്ലാഞ്ഞിട്ടാണ്. സ്പെസിഫിക് ടെക്നിക്സ് ഉണ്ട്, ആ ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യണം. ഇമോഷണലി അലൈൻഡ് ആകണം. ഇമോഷണലി അലൈൻഡ് ആകണം. അവിടെയാണ് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ ജസ്റ്റ് ലൈക്ക് എ ഗ്രാവിറ്റി. കറക്റ്റ്. മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ചാൽ ഒരു ഫ്ലൈയിങ് ആണ്. ഈ ലോ ഇൻറ്റൻഷനലി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ലിഫ്റ്റ് ചെയ്യും, ആ സ്പെസിഫിക് ഗോളിലേക്ക് നമ്മളെ റീച്ച് ചെയ്യിപ്പിക്കും. ലോ ഓഫ് അട്രാക്ഷൻ ഈസ് ഓൾവേസ് ഓപ്പറേറ്റിംഗ്. നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. അത് സിംപ്ലി നമ്മുടെ ഒരു സിസ്റ്റമാണ്. ഈസ് ദെയർ, സൂര്യൻ ഉദിക്കുന്ന പോലെ. അത് നടക്കുന്നുണ്ട്. അവിടെ കോൺഷ്യസ് എഫേർട്ട് എടുക്കുന്നതാണ്, സ്പെസിഫിക് ഡെലിബറേറ്റ് ആക്ഷൻ എടുക്കുന്നതാണ്, വിത്ത് പ്രോപ്പർ ടൂൾ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ അതിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന നമ്മളുടെ ആഗ്രഹങ്ങൾ, ഗോൾ. അതാണ് മാനിഫെസ്റ്റേഷൻ. നമുക്കതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ലോ ഓഫ് അട്രാക്ഷൻ ഇടത്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയാലേ ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു. ലോ ഓഫ് അട്രാക്ഷൻ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ നമ്മളൊരു എൻജിനീയറായി മാറണം. നമ്മളുടെ ലൈഫ് എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഡെലിബറേറ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ, ഒരു പ്രാക്ടീസ് ടൂളാണ് മാനിഫെസ്റ്റേഷൻ. ഒരു എൻജിനീയറിനെ പോലെ നമ്മളത് കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ദാറ്റ് മീൻസ് നമുക്ക് വേണ്ടതൊക്കെ നമുക്ക് അതിലൂടെ നേടിയെടുക്കാൻ പറ്റും. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും പറഞ്ഞു, ഡോമിനൻറ്റ് തോട്ട്സും ഫീലിങ്സും അതിനനുസരിച്ചുള്ളത് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യും. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഡെലിബറേറ്റ് ആക്റ്റീവ് പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് സ്പെസിഫിക് റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കം. നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഔട്ട്കം നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെട്ടു, അതിനുവേണ്ടി നമ്മൾ എഫേർട്ട് ഇട്ട് നമ്മുടെ ലൈഫിൽ ഫിസിക്കൽ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സ് മാനിഫെസ്റ്റേഷൻ. ഇതിൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇതൊരു ഹെർമാറ്റിക് ഫിലോസഫിയാണ്. ക്വാണ്ടം മെറ്റാഫിസിക്സും കാബിലിയോൺ 1908 വന്ന കാബിലിയോൺ സിസ്റ്റം അല്ലെങ്കിൽ ആ സ്കൂൾ ഓഫ് സ്റ്റഡീസ് കൊണ്ടുവന്ന അവരാണ് നമുക്ക് ലോകത്തിന് മനസ്സിലാക്കി തന്നത്. ദർ ഈസ് സം പ്രിൻസിപ്പിൾസ്, സം റൂൾസ് ആർ വർക്കിംഗ് ഇൻ ദ യൂണിവേഴ്സ്. ഇത് ആരെങ്കിലും എഴുതി ഉണ്ടാക്കിയതല്ല. ഇത് പല സ്കൂൾ ഓഫ് തോട്ട്സ് അവരുടെ വീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കി എടുത്ത പ്രിൻസിപ്പിൾസ് ആണ്. ഈ ഒരു ലോ ആരും ന്യൂട്ടന്റെ ലോ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള യൂണിവേഴ്സിന്റെ നിയമങ്ങളാണ്. ഇവിടെ നമുക്ക് മാനിഫെസ്റ്റേഷൻ നമുക്ക് പറയുമ്പോൾ നെവിൽ ഗോദ്ദാദിന്റെ ലോ ഓഫ് അസംഷനും ന്യൂ തോട്ട് മൂവ്മെന്റ്സും ബോബ് പ്രോക്ടറുടെ പാരഡൈം മോഡും ഒക്കെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് അവിടെ നിന്നൊക്കെയാണ് ആദ്യമായിട്ട് മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഫ്രം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷനിൽ ലൈക്ക് അട്രാക്ട് ലൈക്കാണ്. അതൊരു വൈബ്രേഷൻ ഫ്രീക്വൻസി. നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് യൂണിവേഴ്സിലേക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് എന്താണോ അത് മാത്രം നമ്മളിലേക്ക് വരും. പക്ഷെ ഇവിടെ മാനിഫെസ്റ്റേഷനിൽ പറയുന്ന അസംഷൻ എന്ന് പറയുന്നത് ഒരു ഫാക്റ്റാണ്. അതായത് വാട്ട് യു അക്സെപ്റ്റ് ആസ് എ ട്രൂ കോൺഷ്യസ്നെസ് മെറ്റീരിയൽസ് ഇൻ റിയാലിറ്റി. ദാറ്റ് മീൻസ് നമ്മുടെ പെർസെപ്ഷൻ ആൻഡ് അസംഷൻസ് അത് റിലേറ്റ് ചെയ്തിട്ടാണ്
മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. ഇപ്പം എക്സാമ്പിൾ അത് മനസ്സിലാക്കാൻ ഇങ്ങനെ പറയാം. മണിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ മാനിഫെസ്റ്റേഷൻ, എനിക്ക് ലോ ഓഫ് അട്രാക്ഷനും അറിയാം, മാനിഫെസ്റ്റേഷനും അറിയാമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് മണിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് നിങ്ങൾ ചെയ്യണം. മണിയുമായിട്ട് നിങ്ങൾ എന്താണ് നിങ്ങൾ പെർസീവ് ചെയ്യുക, നിങ്ങളുടെ അസംഷൻ എന്താണ്, അതനുസരിച്ചിട്ടുള്ള മാനിഫെസ്റ്റേഷനേ നടക്കുള്ളൂ. അസംഷൻ, മണി ഹാർഡ് ടു ഏൺ. കാശുള്ളവർക്കൊക്കെ ഗ്രീഡൊക്കെ ഉണ്ട്. കാശ് ഉണ്ടാകുന്നതും കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ കാശ് കുറേ കഷ്ടപ്പെട്ടാലാണ് പൈസ ഉണ്ടാകുക. പൈസ വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സമാധാനം നഷ്ടപ്പെടും. ഇതിലേതെങ്കിലും ഒരു അസംഷൻ, പെർസെപ്ഷൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതാണ് വർക്ക് ചെയ്യുന്നത് മാനിഫെസ്റ്റേഷൻ്റെ വരുമ്പോൾ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, മാനിഫെസ്റ്റേഷൻ വരണമെങ്കിൽ നമ്മുടെ ബിലീഫിൽ വർക്ക് ചെയ്യണം, നമ്മുടെ ഇമോഷൻസിൽ വർക്ക് ചെയ്യണം, ഐഡൻറ്റിറ്റിയിൽ വർക്ക് ചെയ്യണം, തോട്ട്സിൽ വർക്ക് ചെയ്യണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ക്ലിയർ? എല്ലാവരും ഉണ്ടോ ഇവിടെ? ക്ലിയർ ആണോ? യെസ്, ക്ലിയർ. ഞാൻ എന്നെ Yes, പിൻ ചെയ്ത് ma'am. വെച്ചിരിക്കുന്നത് യൂട്യൂബിൽ നമ്മൾ ഇടുമ്പോൾ കാണുന്നവർക്ക് എൻ്റെ ഫേസ് ക്ലിയർ ആയിട്ട് യൂട്യൂബിൽ ഇടുമ്പോൾ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്നെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളെ എനിക്ക് കാണാൻ കുറച്ചുപേരെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. സോ ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രൈമറി ടൂൾ എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, വിഷ്വലൈസേഷൻ, എലിവേറ്റഡ് ഫീലിംഗ് സ്റ്റേറ്റ്സ് ആൻഡ് സ്ക്രിപ്റ്റിംഗ് മെഡിറ്റേഷൻ. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രൈമറി ടൂൾസ്. ലോ ഓഫ് അട്രാക്ഷൻ്റെ. അങ്ങനെയാണെങ്കിൽ മാനിഫെസ്റ്റേഷൻ്റെ പ്രൈമറി ടൂൾ എന്തായിരിക്കും? മാം ഒന്നുകൂടി പറയുമോ? ലോ ഓഫ് അട്രാക്ഷന്റെ പ്രൈമറി ടൂൾ. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, വിഷ്വലൈസേഷൻ, എലിവേറ്റഡ് ഇമോഷൻ, സ്ക്രിപ്റ്റിംഗ്, മെഡിറ്റേഷൻ. ലോ ഓഫ് അട്രാക്ഷൻ്റെ ടൂൾ, പ്രൈമറി ടൂൾ. വിഷൻ ബോർഡിൻ്റെ ലോ മാനിഫെസ്റ്റേഷന് നമ്മൾ യൂസ് ചെയ്യുന്ന വിഷൻ ബോർഡ് സ്റ്റേറ്റ്സ്. അതായത് നമ്മൾ പറയാറുണ്ട് സാറ്റ്സ് എന്ന് പറയുന്ന ഒരു SATS ഒരു സിറ്റുവേഷൻ. അതായത് നമ്മളിപ്പം ആൽഫ ലെവൽ എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ പോലെ ഉറക്കത്തിലേക്ക് പോകുന്നു. ആ സമയത്ത് സ്ക്രിപ്റ്റിംഗ്, ആക്ടിങ് ആസ് ഇഫ്, ഇൻസ്പയർഡ് ആക്ഷനൊക്കെ വരും. മാനിഫെസ്റ്റേഷൻ മാസ്റ്ററി എന്ന് പറയുന്നത് ഞാനൊരു കോഴ്സ് ഇപ്പോൾ ഒരു ക്ലാസ്സേ കഴിഞ്ഞിട്ടുള്ളൂ. ആ ക്ലാസ്സിൽ പക്ഷേ ഇതിൻ്റെയും അഡ്വാൻസ് ആണ് ഞാൻ പറയുന്നത്. കുറച്ചുകൂടി ഡീപ്പർ ലെവലിലേക്കാണ് ഞാൻ പോകുന്നത്. ഇപ്പം നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞാൻ പറയുന്നത്, നമുക്ക് മാനിഫെസ്റ്റേഷനിൽ വിഷൻ ബോർഡ് യൂസ് ചെയ്യാം, സാറ്റ്സ് യൂസ് ചെയ്യാം, ദെൻ ആക്ട് ആസ് ഇഫ്, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്താം, ഇൻസ്പയർഡ് ആക്ഷൻ എടുക്കാം. മാനിഫെസ്റ്റേഷൻ്റെ ടൂൾ. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത് വർക്ക്സ് ഓൺ ഫ്രീക്വൻസി. നമ്മുടെ ഫ്രീക്വൻസി അനുസരിച്ചിട്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത്. ദ വൈബ്രേഷൻ സ്റ്റേറ്റ് യു ബ്രോഡ്കാസ്റ്റ് മൊമെന്റ് ടു ദ മൊമെന്റ്, മൊമെന്റ് ടു മൊമെന്റ്. രാവിലെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തപ്പം എൻ്റെ ഫ്രീക്വൻസി ഹയർ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് അടുക്കളയിലോട്ട് വന്നിട്ട് നമ്മളവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യണം, എല്ലാം ഞാൻ തന്നെ ചെയ്യണം. ഇത് നടക്കത്തില്ല, ഇത് ഞാൻ അലോ ചെയ്യത്തില്ല. എന്തോരം കഷ്ടപ്പാടാണ്. മൊമെന്റ് ടു മൊമെന്റ് അവിടെ വന്നപ്പോൾ നമ്മുടെ വൈബ്രേഷൻ, എലിവേറ്റഡ് ഫ്രീക്വൻസിയും വൈബ്രേഷനും എല്ലാം പോയി. നമ്മുടെ ഇമോഷൻസ് ഏറ്റവും താഴെ പോയി, ബ്ലെയിമിങ്ങിലേക്ക് പോയി, ബ്ലെയിം. അപ്പോൾ അവിടെ വീണ്ടും ഡിലേ വരും. ഓരോ മൊമെന്റ് ടു മൊമെന്റ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ. വൈബ്രേഷണൽ സ്റ്റേറ്റ് യു ബ്രോഡ്കാസ്റ്റ് മൊമെന്റ് ടു മൊമെന്റ്, ഓരോ മൊമെന്റ്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം എമിറ്റ് ചെയ്ത ഹയർ ഫ്രീക്വൻസി കട്ടായി പോയി. പക്ഷെ നമ്മൾ മാനിഫെസ്റ്റേഷനിൽ വരുമ്പോൾ രണ്ടും വേണം കേട്ടോ, രണ്ടും നല്ലതാണ്. ഇവിടെ നമ്മൾ ഐഡൻറ്റിറ്റിയിലും ബിലീഫിലും വർക്ക് ചെയ്യും. The deep assumption you hold about what is possible for you. അതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ അത് നമ്മൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ, അതുപോലെ ഇമോഷണൽ മിസ്റ്റേക്സ് വരും ലോ ഓഫ് അട്രാക്ഷനിൽ. പോസിറ്റീവ് തിങ്കിങ് വിത്ത് വിത്തൗട്ട് ഇമോഷണൽ അലൈൻമെൻറ്റ്, വിത്തൗട്ട് ഫീലിംഗ് ഹാവ് നോ മാഗ്നറ്റിക് പവർ. നമ്മളിപ്പം പോസിറ്റീവ് തോട്ട്സ്, പോസിറ്റീവ് തിങ്കിങ് വരും. ഇല്ല, ഞാൻ ശരിയാവും, എല്ലാം ശരിയാവും, എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ലത് വരുന്നു, ഐ ആം അബണ്ടൻറ്റ്, ഐ ആം എന്താ പറയേണ്ടത്, ഐ ആം ഏർണിംഗ് ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് റുപ്പീസ് ഇൻ എ മന്ത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. പോസിറ്റീവ് തിങ്കിങ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും ത്രൂ അഫർമേഷൻ ആൻഡ് ഓട്ടോ സജഷൻ.
പക്ഷെ അവിടെ അലൈൻമെന്റ് ഇല്ല, ഇമോഷണൽ അലൈൻമെന്റ് ഇല്ല. അത് ഭയങ്കര അലൈൻമെന്റ് നടന്നില്ലെങ്കിൽ വർക്ക് ആകത്തില്ല. ബോഡി അലൈൻമെന്റ് ആകണം, ബോഡി ഫീൽ സേഫ്, അല്ലാതെ ഒരിക്കലും വർക്കാവില്ല. ബോഡിയിലാണ് ഇമോഷൻ സീറ്റിംഗ് ഉള്ളത്. ഹീലിംഗ് പ്രോപ്പർ അല്ലാത്ത ഒരാൾക്ക് അയാൾ വിചാരിക്കുന്ന അത്ര വേഗത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യത്തില്ല. കാരണം അടുത്ത മൊമെന്റിൽ നമ്മൾ ബോഡി നമ്മൾ അലൈൻമെന്റിലേക്ക് വരണമെങ്കിൽ മൈൻഡ്, തോട്ട്സ്, ഫീലിംഗ്, ഇമോഷൻ ആൻഡ് അവർ ബോഡി, ഇതെല്ലാം. ബോഡി സേഫ് ആയില്ലെങ്കിൽ ബ്രെയിൻ എന്ത് ചെയ്യില്ല? ബ്രെയിൻ എപ്പോഴും നമ്മളുടെ അമിഗ്ദലയിൽ വർക്ക് ചെയ്യും, ഇമോഷണൽ ഹൈജാക്ക് ഉണ്ടാക്കും. അത് നമുക്ക് തരുന്ന സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡ് ഡയറക്റ്റ് കണക്ട് ചെയ്യും. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്കുണ്ടാകുന്ന ട്രിഗേഴ്സ് ഉണ്ടാകും. നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന എല്ലാം സാധനവും ചാടി എഴുന്നേറ്റ് വരും. അപ്പോൾ നമുക്ക് ആ ഇമോഷൻ അവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല. ഈ ഫീലിംഗ് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് മാഗ്നറ്റ് ആകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് ബിലീഫും റിയാലിറ്റിയും നമ്മൾ തിരിച്ചറിയണം. ഇവിടെ മാനിഫെസ്റ്റേഷനിലുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് അണ്ടർലൈയിങ് സബ് കോൺഷ്യസ് ബിലീഫും ബിലീഫ് ആൻഡ് ആ ഐഡൻറ്റിറ്റിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ, അവിടെ ആ ഐഡൻറ്റിറ്റിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഇതിനെല്ലാം ഓവർകം ചെയ്തിട്ട് അപ്പുറത്തെ സ്റ്റേജിലേക്ക് പോകും. ആ ഐഡൻറ്റിറ്റി വർക്ക് നമ്മളെ ഒരുപാട് സഹായിക്കും മാനിഫെസ്റ്റേഷൻ. ഇപ്പം ചില ആൾക്കാർ അറിഞ്ഞോ അറിയാതെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുമ്പോൾ സക്സസ് ആവുന്ന അങ്ങനെയാണ്. അതിനൊരുപാട് റീസൺ. ഏറ്റവും പവർഫുൾ അതായത് വിഷ്വലൈസേഷൻ ആണോ മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും പവർഫുൾ എന്ന് പറയുന്നത്? ലാസ്റ്റ് ആണ് ക്വസ്റ്റ്യൻ്റെ ടൈം രശ്മി. ഇതിലേക്ക് തീരത്തില്ല, നമുക്ക് കഴിയട്ടെ. ഓക്കെ, നമ്മൾ ബോബ് പ്രോക്ടർ പറയുന്നത്, അതായത് ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും ഒരു രണ്ടിനെയും നമുക്ക് പ്രാക്ടിക്കൽ സിസ്റ്റത്തിൽ കൊണ്ടുവരാമെന്നാണ് പറയുന്നത്. അതിന് അദ്ദേഹം പറയുന്ന മോഡൽ 3 കമ്പോണൻസ് വെച്ചിട്ടാണ്. 1 തോട്ട്സ്, 2 ഫീലിംഗ്, 3 ആക്ഷൻ. ഹോൾഡ് ഇപ്പം നമുക്ക് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇന്ന് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. 1 തോട്ട്സ്, ക്ലിയർ വിവിഡ് ഇമേജ് ഓഫ് യുവർ ഡിസയർ ഇൻ യുവർ കോൺഷ്യസ് മൈൻഡ്. എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് 100% അബ്സല്യൂട്ട് ക്ലാരിറ്റി ഉണ്ടാകണം. ആ ക്ലാരിറ്റിയിൽ നിന്നുള്ള ചിന്തകൾ ഉണ്ടാകണം. ഫിക്സ് ദ ഗോൾ ആൻഡ് സ്ക്രീൻ ഇൻ യുവർ മൈൻഡ്. നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. നമ്മുടെ PFC എന്ന് പറയുന്ന ഈ ഏരിയ അത് അക്സെപ്റ്റ് ചെയ്യണം. PFC റിജക്റ്റ് ചെയ്യും, പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ചില കാര്യങ്ങൾ റിജക്റ്റ് ചെയ്യും. അമിഗ്ദല ഇടപെടുന്ന സമയത്ത് കണ്ടിന്യൂസ് ഇടപെടുമ്പോഴത്തേക്ക് PFC സൈലൻ്റ് ആകും. അവിടെ നമ്മൾക്ക് ഇവിടെ PFCക്ക് വേണ്ടത് ലോജിക്കാണ്. അവിടെ 100% ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഈ ഏരിയ നമുക്ക് സപ്പോർട്ട് ചെയ്യത്തില്ല. 100% ക്ലാരിറ്റി വേണം. ആ ക്ലാരിറ്റി വേണമെങ്കിൽ ആ ഇന്നർ ക്ലാരിറ്റി നമുക്ക് ഉണ്ടാകണം. അപ്പോഴാണ് പ്യുവർ തോട്ട് വരുന്നത്. 2 ഫീലിംഗ് ആണ്. അതായത് നമുക്ക് വേണ്ടതിൻ്റെ ഒരു ഇമേജ് നമുക്ക് വേണ്ടതിൻ്റെ ഒരു ഇമേജ് ഇമോഷണൽ റെപ്പറ്റീഷനിലൂടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കണം. ദാറ്റ് മീൻസ് ഫീൽ ഇറ്റ് ആസ് ഓൾറെഡി റിയൽ. സബ് കോൺഷ്യസ് മൈൻഡ് അത് റിയലൈസ് ചെയ്യാൻ പറ്റില്ല, ഈവൻ ബ്രെയിനിന്. ഇമാജിനേഷൻ ആണോ റിയൽ ആണോ എന്നറിയില്ല, പക്ഷെ അത് ആ ഫീലിംഗ് കറക്റ്റ് കൊടുക്കണം. ആ ഫീലിങ്ങിൽ ഫെയിലാകരുത്. കറക്റ്റ് ഫീലിംഗ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഒരു വീട് വെക്കണം, ഒരു നല്ല വീട് വെക്കണം എന്നുള്ളൊരു മാനിഫെസ്റ്റേഷനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, ആ വീട് വെച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന വീടിനകത്ത് നമ്മളെ ബെഡ്റൂമിൽ നമ്മൾ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭംഗിയുള്ള ആ ബെഡിൽ നിങ്ങൾ കിടന്ന് ഉറങ്ങുന്ന, അല്ലെങ്കിൽ ഉറങ്ങി എഴുന്നേൽക്കുന്ന ഒരു മോർണിംഗ്, അല്ലെങ്കിൽ കിടന്നുറങ്ങാൻ പോകുന്നു, മെഡിറ്റേറ്റ് ചെയ്തിട്ട് കിടക്കുന്നവർ, ആ ഒരു ബെഡിൽ, ആ വീടിൽ നിങ്ങൾ കിടന്നുറങ്ങുന്നത്, രാവിലെ നിങ്ങളുടെ മെജസ്റ്റിക് ആയിട്ടുള്ള ആ റൂമിൻ്റെ
ഡോറ് തുറന്ന് നിങ്ങളുടെ വാഷ്റൂമിൽ പോയിട്ട് ഏറ്റവും വലിയ മിററിൽ നിങ്ങളെ ബ്യൂട്ടിഫുൾ ആയിട്ട് കണ്ട് നിങ്ങൾ ബ്രഷ് ചെയ്യുന്നത്, നിങ്ങൾ അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് നിങ്ങളുടെ ഡൈനിങ് ഹാളിൽ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാറായിരിക്കുന്ന ടീ, കോഫി, ജ്യൂസ് എന്താണോ അത് കഴിക്കുന്നത്, നിങ്ങളുടെ വിൻഡോ തുറന്ന് നോക്കാം, വിൻഡോയുടെ കർട്ടൻ ടച്ച് ചെയ്യുമ്പോൾ ആ ടെക്സ്ചർ, അതിൻ്റെ ഒരു ക്വാളിറ്റി, അത് തുറക്കുമ്പോൾ നിങ്ങൾ കാണുന്ന വ്യൂസ്, എവറിത്തിങ് ഫീൽ ചെയ്യണം, ചിന്തിച്ചാൽ പോരാ. ഈച്ച് ആൻഡ് എവറിത്തിങ് എത്ര മൈന്യൂട്ട് ഫീലിംഗ് കൊടുക്കാൻ പറ്റുമോ, ഫീലിംഗ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ക്ലിയർ? ഫീലിംഗ്. യെസ്. ആ ഫീലിംഗിലേക്ക് പോകണം, ആഴത്തിൽ. ദെൻ ആക്ഷൻ്റെ റിസൾട്ട് ഇല്ല. സബ്കോൺഷ്യസ് ഡ്രൈവ്സ് ഈ ആക്ഷൻ, ഇൻസ്പയർഡ് ആക്ഷൻ വരുന്നത് പുറത്തുനിന്നല്ല, എക്സ്റ്റേണലി വരുന്ന ഇൻസ്പയർഡ് ആക്ഷൻ അല്ല, സബ്കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വരണം. ഇൻറ്റ്യൂട്ടീവ് ആക്ഷൻ എന്നാണ് അതിന് പറയുന്നത്. നോട്ട് ഫോഴ്സ്ഡ് എഫേർട്ട്, അലൈൻഡ് മൂവ്മെന്റ് ടുവേഴ്സ് ദ ഗോൾ. ആ ഗോളിൽ കിടന്ന ഉറക്കം വരാത്ത ഒരു സമയം വരും നമുക്ക്, അയ്യോ എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ, കിട്ടിയില്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല. അതാണ് ഇൻസ്പയർഡ് ആക്ഷൻ. മറ്റുള്ളവർക്ക് നീ എന്തിനാണ് ഇത്രയും നേരം വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചേക്കാം, നിനക്ക് എന്താ ഭ്രാന്തുണ്ടോയെന്ന് ചോദിക്കാം. ഇൻസ്പയർഡ് ആക്ഷൻ. എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് എന്നെ ഉറങ്ങാൻ അനുവദിക്കില്ല, എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് എന്നെ റീല് കാണാൻ അനുവദിക്കില്ല, എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് ടൈം വേസ്റ്റ് ചെയ്യാൻ അനുവദിക്കാതെ എന്നെ കൊണ്ട് എടുപ്പിക്കുന്നതാണ് ആ ഇൻസ്പയർഡ് ആക്ഷൻ. മറ്റുള്ളവർ ഇത് വർക്ക് ചെയ്യുന്നു, വേറൊരാൾക്ക് കോൾ ചെയ്യുമ്പം ഞാൻ അത്രയും വർക്ക് ചെയ്ത് ഞാൻ ഇത്രയും കഴിഞ്ഞു, അപ്പോഴും ഓടി വന്ന് എടുക്കുന്നത് എക്സ്റ്റേണലി നമുക്ക് തന്നെ കൊടുക്കുന്ന ഒരു ബേർഡനാണ്, വർക്കാവില്ല ഇവിടെ. അപ്പോൾ തോട്ട്സ്, ഫീലിംഗ്, ആക്ഷൻ, ഇത് മൂന്നും നന്നായിട്ട് വർക്ക് ചെയ്യാം. ഈ ലോ ഓഫ് അസംഷൻ എന്ന് പറയുന്നത് നെവിൽ ഗുദ്ദാദ് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതായത് അദ്ദേഹം പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ ഈസ് നോട്ട് പ്രൈമർലി അബൌട്ട് അട്രാക്ടിങ് എക്സ്റ്റേണൽ തിങ്, ഇറ്റ്സ് അബൌട്ട് അസംഷൻസ് യു ഹോൾഡ് ഇൻ യുവർ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ കോൺഷ്യസ്നസ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എങ്ങനെയാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ അസംഷൻ അനുസരിച്ചിട്ടാണ് വരുന്നത്. നമ്മളുടെ ഒരു ലോകമുണ്ട്, അതായത് നമ്മുടെ ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്, അതാണ് ആക്ച്വലി ഇവിടെ പുഷ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അദ്ദേഹം. അതായത് അത് കുറച്ചുകൂടി ഇത് പറഞ്ഞാൽ, നിങ്ങൾ ഔട്ട് ഓഫ് വേൾഡ്, അതായത് നമ്മുടെ ഇന്നർ അസംഷനാണ് നമ്മുടെ ഔട്ടർ വേൾഡിൽ സംഭവിക്കുന്നത്. ആളുകളെ ആരെയും വിശ്വസിക്കാൻ കൊള്ളൂല, ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള ഒരു മനുഷ്യർ നമ്മുടെ ഒപ്പം ഉണ്ടാകത്തില്ല, നമ്മുടെ ഇന്നർ അസംഷൻ അതാണെങ്കിൽ. എല്ലാവരും എന്നെ യൂസ് ചെയ്യണം, എന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുടെ ഇടയിൽ നമ്മൾ നിന്ന് കൊടുക്കേണ്ടി വരും. നോബഡി ലവ്സ് മീ. നമുക്കിട്ട് പണി തരുന്നവരായിരിക്കും നമുക്ക് ചുറ്റും. എത്ര കാശുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ 10 പൈസ നിൽക്കില്ല, എത്ര രൂപ ഉണ്ടാക്കിയാലും കയ്യിൽ എൻഡ് ഓഫ് ദ ഡേ കയ്യിൽ കാശ് കാണത്തില്ല. അസംഷൻസ്. എനിക്ക് അത്ര വലിയ രീതിയിൽ വലിയ സ്വപ്നം കാണാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്നും ചെറിയ ലോകത്ത് നമ്മൾ ജീവിക്കാൻ വിധിക്കപ്പെടും. ചെറിയ ലോകത്തിൻ്റെ തടവുകാരായി മാത്രം നമ്മളെ ജീവിതം നഷ്ടപ്പെടുത്തും. എന്നെ കാണാൻ ഒരു ഭംഗിയില്ല, എല്ലാവരും പറയും അയ്യോ എന്ത് പറ്റിയ ഇങ്ങനെ എന്തായിരിക്കുന്ന, നമ്മൾ അട്രാക്ട് ചെയ്ത് വരുത്തിയിരിക്കുന്ന എന്നെ കുറ്റം പറയുന്ന ആൾക്കാരായിരിക്കും. ചേഞ്ച് ദ അസംഷൻ, ചേഞ്ച് ദ റിയാലിറ്റി. ക്ലിയർ? യെസ്. Yes. So, you do not attract what you want. You attract what you are. അതാണ് എപ്പോഴും പറഞ്ഞത്. നമ്മൾ ആരാണോ അതാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. നമ്മൾക്ക് വേണ്ടതല്ല നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. നമ്മളുടെ നമ്മളെ എന്താ പറയുക, നിങ്ങൾ ആരാണോ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളിലേക്ക് വരുള്ളൂ, നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാനിഫെസ്റ്റേഷൻ. നമ്മൾ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റിയിലാണ് വർക്ക് ചെയ്യേണ്ടത്. വിത്തൗട്ട് ഐഡൻറ്റിറ്റി വർക്ക് ഇറ്റ് വിൽ ഫെയിൽ. അതുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. ഓക്കെ, ദെൻ യുവർ ഇമോഷൻസ് ആർ യുവർ GPS. അതായത് എപ്പോഴും നമ്മൾ പറയുന്നതാണ് ജോയ്, ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഇതൊക്കെ ഹയസ്റ്റ് ഫ്രീക്വൻസിയിലുള്ളതാണ്.
ദേ അട്രാക്ട് ഫാസ്റ്റസ്റ്റ്. വളരെ പെട്ടെന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുതരും. ഫിയർ, ഗ്രീഫ് ആൻഡ് പവർലെസ്നെസ് എന്ന് പറയുന്നത് ഡൗട്ടൊക്കെ താഴെയാണ്, ഷെയിമൊക്കെ താഴെയാണ്. അത് ബ്ലോക്ക് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടതിനെ ബ്ലോക്ക് ചെയ്യും. ഒരു ഫിയർ കയറി വന്നാൽ മതി, ബ്ലോക്ക് ആവും. ഒരു ഡൗട്ട് കയറി വന്നാൽ മതി, മാനിഫെസ്റ്റേഷൻ നടക്കത്തില്ല. ഗ്രീഫും അതേപോലെയാണ്. നമ്മൾ ലോ വൈബ്രേഷൻ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ഫ്രീക്വൻസി വളരെ താഴെയാണ്, പവറില്ലാത്ത അവസ്ഥയാണ്. പവറില്ലാത്ത അവസ്ഥ, അവിടെ ഫോഴ്സ് വേണം. നിങ്ങൾക്കറിയാം, ഇവിടെ ഇരിക്കുന്ന ഒരു മെജോറിറ്റി മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ് പഠിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് നമ്മൾ നിൽക്കുകയാണെങ്കിൽ എങ്ങനെയാണ്. ഈ ബ്ലെയിമിങ് ഇതൊക്കെ ആ ഒരു ക്രിറ്റിസിസം, ഇതൊക്കെ ആ ഒരു സ്റ്റേറ്റിൻ്റെ പ്രത്യേകത. അവിടെയൊക്കെ നിന്നാൽ ലോ ഓഫ് അട്രാക്ഷൻ ഒന്നും വർക്കാകത്തില്ല. യു കനോട്ട് ഗെറ്റ് ഇൻ ടു അബൻഡൻസ് ഫ്രം ഫിയർ. ഒരിക്കലും ഫിയറിൽ നിന്ന് അബൻഡൻസിലേക്ക് പോകാൻ പറ്റത്തില്ല. ആദ്യം നമ്മൾ വൈബ്രേഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വൈബ്രേഷൻ നമ്മൾ സെറ്റ് ചെയ്യണം, ക്ലാരിറ്റി കൊണ്ടുവരണം. അപ്പോൾ ഈ ട്രൂ മീനിങ് ഓഫ് ആക്ട് ആസ് ഇഫ് എന്ന് പറയില്ല, ആക്ടിങ് ആസ് ഇഫ് എന്ന് പറയുന്നത് നമ്മൾ ആ കറക്റ്റ് ആ ഇമോഷൻ ഫിയറിനെ കുറിച്ച് മാത്രം എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ നമ്മളുടെ ഹ്യൂമൻ ബീയിങ്ങിലുള്ള ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ഇമോഷൻ, നെഗറ്റീവ് ഇമോഷൻ ഫിയറാണ്. ആ ഫിയറിൽ ഫിയറിൽ നിന്ന് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊന്നും റിസൾട്ട് 0 ആണ്. ലവിലേക്ക് പോകണം. ഒറ്റയടിക്ക് ലവിലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ വേറൊരു സ്റ്റേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഏതാണത്? കറേജ്. ഒറ്റയടിക്ക് നമുക്ക് വർക്കിലേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പിന്നെ ലവിലേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഏത് നമ്മൾ അപ്ലൈ ചെയ്യും? ഗ്രാറ്റിറ്റ്യൂഡ് ആണോ മാം? യെസ്, ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാവർക്കും പറ്റില്ലേ? ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ലവിലേക്ക് കയറും. നന്നായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നവർ അൺകണ്ടീഷണലി ലവിലേക്ക് പോകും. ഇന്നലെ ഒരാൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തിട്ട് അപ്പോൾ എന്നടുത്ത് പറഞ്ഞ് എന്നെ മെസ്സേജ് ചെയ്തിട്ട് ഞാനൊന്ന് വിളിച്ചോട്ടെ. ഞാൻ പറഞ്ഞു യെസ്, വിളിച്ചു. ലിറ്ററലി ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് ആ വ്യക്തിയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകായിരുന്നു. ഐ ലവ് ദാറ്റ്. ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പവർ അതാണ്. അങ്ങനെ ഫീൽ ചെയ്ത് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് റീച്ച് ചെയ്യുകയാണെങ്കിൽ അൺകണ്ടീഷണൽ ലവിൻ്റെ വേൾഡ്, അബൻഡൻസിൻ്റെ വേൾഡ് നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ആകും. ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യണം. ആ ഫീലിങ്ങിലൂടെ നിങ്ങൾ ഫീലിംഗ് റിയലൈസ് ചെയ്ത് തുടങ്ങും. അങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ്റെ ഫീലിംഗ് എളുപ്പം ഉണ്ടാവും. സോ യു മസ്റ്റ് ഫീൽ ഗ്രാറ്റിറ്റ്യൂഡ്. എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ അൺകണ്ടീഷണൽ ലെവലിലേക്ക് എളുപ്പം പോകും. അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വെറുതെ ഒരു എക്സസൈസ് അല്ല, ഡീപ്പർ ലെവലിൽ വർക്ക് ചെയ്യണം അതിനകത്ത്. എന്നാൽ മാത്രമാണ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുക. ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു എക്സ്ക്ലൂസീവ് സെഷൻ കിട്ടിയ കൊള്ളാം. അത്ര റിലവൻ്റ് ആണല്ലോ. ഗേറ്റ് വേ ആണ് അബൻഡൻസിൻ്റെ, സക്സസിൻ്റെ, എല്ലാത്തിൻ്റെയും ഗേറ്റ് വേ ആണ്. ഹെൽത്തിൻ്റെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് നിസ്സാരമല്ല. ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ വഡൂവിൽ തന്നെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു സെഷൻ കിടപ്പുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് നേരത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഫീലിംഗ് വൈബ്രേഷൻ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു സെഷൻ നോക്കാം. ഓക്കെ, സോ അതിലൂടെ നമുക്ക് ലവിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഫ്രീക്വൻസി നമ്മൾ അറിയാതെ പോകും. നമ്മൾ പിന്നെ എബ്രഹാം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ വൈബ്രേഷൻ ഹോൾഡിംഗ് എന്ന് പറയുന്നത്. അവിടെ ഒരു വോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. അതുകൊണ്ട് എവറിത്തിങ് യു ഹാവ് എവർ വാണ്ടഡ് ഓൾറെഡി എക്സിസ്റ്റ് ദെയർ. അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ അത് വരില്ല. നമ്മുടെ മനസ്സിലൊരു ഡിസയർ വന്നിട്ടുണ്ടെങ്കിൽ അത് ഓൾറെഡി ഈസ് ദെയർ. മാനിഫെസ്റ്റേഷൻ ഈസ് ദ ആർട്ട് ഓഫ് അലൈനിങ് യുവർ ഫ്രീക്വൻസി വിത്ത് വാട്ട് ഈസ് ഓൾറെഡി ഇൻ യുവർ വോർട്ടെക്സ്. നമ്മുടെ വോർട്ടെക്സിലുള്ളത് എന്താണെന്ന് അതിലേക്ക് റീച്ച് ചെയ്യാൻ മാനിഫെസ്റ്റേഷൻ
നമുക്ക് ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് എത്താൻ ആ ഒരു അലൈൻമെൻറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ആ കൊണ്ടുപോകുന്ന ഒരു ടൂളാണ് മാനിഫെസ്റ്റേഷൻ. ഈ കോമൺ മിസ്റ്റേക്സ് കൂടെ പറയാം. നോർമലി ചില കോച്ചുമാർ പറയാറുണ്ട്, ചിലർ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ മാറ്റി മാറ്റി പറയും. അതായത് പിന്നെ മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ ഇതാണ്, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ രണ്ടും ഒന്നാണെന്നൊക്കെ പറയും. ബട്ട് കൺഫ്യൂസ് ചെയ്യരുത്. ലോ ഓഫ് അട്രാക്ഷൻ ഇസ് ദ ലോ, മാനിഫെസ്റ്റേഷൻ ഇസ് ദ പ്രാക്ടീസ്. ലോ ഓഫ് അട്രാക്ഷൻ ഒരു നിയമമാണ്, മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ടൂളാണ്. ഒരു പ്രാക്ടീസാണ്. പലരും അത് തെറ്റായിട്ട് യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഡിസ്റ്റിങ്ഷൻ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ഉള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞത് കറക്റ്റ് ആണ്. അത് കറക്റ്റാണ്. ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദെയർ. സൂര്യൻ ഉദിക്കുന്നത് ഭൂമി ഇങ്ങനെ സൂര്യന് ചുറ്റും ഭൂമിയുടെ ചുറ്റും കറങ്ങുന്നതുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് സംഭവിക്കും. തേങ്ങ താഴെ വീഴുന്നു എന്ന് പറയുന്നത് ഞാൻ ലോ ഓഫ് ഗ്രാവിറ്റി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അത് സംഭവിക്കും. അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അവിടെ ഉണ്ട്. അതെ. മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ്. പോസിറ്റീവ് തിങ്കിങ് വിത്തൗട്ട് ഇമോഷണൽ അലൈൻമെൻറ്റ്. നമ്മൾ എപ്പോഴും പറയുന്നത്, ലോ എപ്പോഴും ഫീലിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്, നമ്മുടെ വേർഡ്സ് അല്ല. നമ്മൾ പലപ്പോഴും വേർഡ്സിൽ ഫോക്കസ് കൊടുക്കും. ഞാൻ ആ ചിന്ത കൊടുക്കും, ഞാൻ അങ്ങനെ ആകും, അഫർമേഷൻ, ഐ ആം അബണ്ടൻറ്റ്. ഫീലിംഗ് എന്തായിരിക്കും? ഫീലിംഗ് കോൺട്രഡിക്ടറി ആയിരിക്കും. അതുമായിട്ട് ഒരു Opposite. സിഗ്നലുമായിട്ട് ഓപ്പോസിറ്റ് ആയിരിക്കും. എപ്പോഴും ഫീലിങ്ങേ ജയിക്കൂ. അതുകൊണ്ടാണ് നമുക്കിപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ആകാത്തത്. ഫീലിങ്ങേ ജയിക്കൂ, വേർഡ്സ് അല്ല. അതുപോലെ ഐഡന്റിറ്റി ഷിഫ്റ്റ് നടത്താതെ നമ്മൾ ഈ ടെക്നിക്ക് യൂസ് ചെയ്താൽ, നമ്മളെ വിഷൻ ബോർഡ് ഈസ് ഗുഡ്, സ്ക്രിപ്റ്റിംഗ് പവർഫുൾ ആണ്, വിഷൻ ബോർഡ് നല്ലതാണ്. ബട്ട് ഇഫ് ദ സബ് കോൺഷ്യസ് ഐഡന്റിറ്റി റിജക്ട് ദ ഡിസേർഡ് റിയാലിറ്റി, നോൺ ടെക്നിക്ക് വിൽ വർക്ക്. വിഷൻ ബോർഡ് ഉണ്ടാക്കി വയ്ക്കുന്നു, അത് ഉണ്ടാക്കി വയ്ക്കുന്നു, ഇതെല്ലാം. പക്ഷേ സബ് കോൺഷ്യസ് റിയാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ അഗെയിൻസ്റ്റ് ആണെങ്കിൽ വർക്കാവില്ല. അതുകൊണ്ടാണ് ഐഡന്റിറ്റി വേണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബിലീഫ്. ഈ ബിലീഫ് നമുക്ക് വരണമെങ്കിൽ നമുക്ക് എവിഡൻസ് വേണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലേ? ഞാൻ അങ്ങനെ വിശ്വസിക്കും. നമ്മുടെ എസ്പെഷ്യലി ഈ ലോജിക്കൽ മൈൻഡ് പീപ്പിൾ, ഇതൊക്കെ നടക്കുന്നുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ, ഇങ്ങനെ പറഞ്ഞ് കുറച്ച് ആളുകൾ നടക്കുന്നുണ്ടല്ലോ, അവർ ലോജിക്കൽ പീപ്പിളാണ്. അപ്പോൾ അവരെ വിശ്വാസത്തിന് അവർക്ക് എവിഡൻസ് വേണം. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അവിടെ ബിലീഫിൽ നമ്മൾ വർക്ക് ചെയ്താലേ പറ്റുള്ളൂ. ബിലീഫ് എഗെയിൻസ്റ്റ് ആയിട്ട് എവിടെയെങ്കിലും നമ്മളൊരു ഡൗട്ടിൻ്റെ ഒരു സിഗ്നൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ അവിടെ നമ്മൾ ബിലീഫ് അത്യാവശ്യമാണ്. ഇത് ഏറ്റവും രസം നെപ്പോളിയൻ ഹില്ല് പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കോട്ട്. വാട്ട് എവർ ദ മൈൻഡ് ക്യാൻ കൺവിൻസ് ആൻഡ് ബിലീവ് ഇറ്റ് ക്യാൻ അച്ചീവ്. മനസ്സിന് വിശ്വസിക്കാൻ പറ്റിയാൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റും, എത്ര വലിയ കാര്യമാണെങ്കിലും. തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ നെപ്പോളിയൻ ഹിൽ പറയുന്ന അത് സൂപ്പർ. Conceive and believe, ma'am. കേട്ടില്ല. Whatever the mind can conceive and believe, അല്ലേ? കൺസീവ് ആൻഡ് ബിലീവ് എന്നാണ് ഞാൻ പറഞ്ഞത്. കൺവിൻസ് എന്ന് പറഞ്ഞ പോലെ തോന്നി എനിക്ക്. അല്ല, കൺസീവ്. മനസ്സിന് കൺസീവ്. വാട്ട് ദ മൈൻഡ് ക്യാൻ കൺസീവ് ആൻഡ് ബിലീവ് ഇറ്റ് ക്യാൻ അച്ചീവ്. ആരാ ഇത് ചോദിച്ചേ? റബീന. കൺസീവ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എന്തായാലും ചോദിച്ചത് നന്നായി, താങ്ക് യു. ഞാൻ അഥവാ ഇനി മാറ്റിയാണോ പറഞ്ഞതെന്ന് എനിക്കും അറിയില്ല. ഞാൻ കൺസീവാണ് ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനെ തന്നെയാണ് പറഞ്ഞതെന്നാണ് വിചാരിക്കുന്നത്. താങ്ക് യു. മനസ്സിൽ കൺസീവ് ചെയ്യാൻ പറ്റുന്ന, വിശ്വസിക്കാൻ പറ്റുന്നത് മാത്രമേ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലത് കൺസീവ് ചെയ്യണം. ആദ്യം കൺസീവ് ചെയ്യുന്നത് മനസ്സിലാണ്, അതിനെ വിശ്വസിക്കുകയും വേണം. നമ്മൾ വിശ്വസിച്ചാലും the law of attractions is always working whether you believe it or understand it or not.
വിശ്വസിച്ചാലും മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ട്, ഒരു സെന്റൻസ് ഉണ്ട്. ഇമാജിനേഷൻ ഈസ് എവറിത്തിങ്, ഇറ്റ് ഈസ് ദ പ്രിവ്യൂ ഓഫ് ലൈഫ്സ് കമ്മിങ് അട്രാക്ഷൻസ്. ഇമാജിനേഷൻ നമ്മുടെ ലൈഫിൻ്റെ, അതായത് വളരെ ആദ്യം നമ്മൾ ഇമാജിൻ ചെയ്യുന്നു മനസ്സിൽ, അതാണ് കൺസീവിങ്. അതാണ് നെപ്പോളിയൻ ഹിൽ പറഞ്ഞ കൺസീവിങ് നമ്മുടെ ഇമാജിനേഷനാണ്. അത് മനസ്സിലുണ്ടാക്കിയാൽ പുറത്തു വരും. ഈ നെവിൽ ഗൊദ്ദാർദിന്റെ ഈ ഒരു ഷോർട്ട് സെന്റൻസ് എപ്പോഴും മനസ്സിൽ വെക്കുകയാണെങ്കിൽ മാനിഫെസ്റ്റേഷൻ എളുപ്പമാവും. അസ്യൂം ദ ഫീലിംഗ് ഓഫ് യുവർ വിഷ് ഫുൾഫിൽഡ്. അസ്യൂം ദ ഫീലിംഗ് ഓഫ് യുവർ വിഷ് ഫുൾഫിൽഡ്. ആഗ്രഹം ഫുൾഫിൽ ചെയ്തത് അസ്യൂം ചെയ്ത ആ ഫീലിംഗിലിരിക്കുക. ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഉം. ഇപ്പൊ ഈ ഫീലിങ്ങിനെ ഇമോഷനെ കുറിച്ച് പറയുമ്പോൾ എന്റെ മനസ്സിൽ ഉം. എപ്പോഴും വരുന്ന ഒരു ഡൗട്ടാണ്. ഇപ്പൊ മാഡം പറഞ്ഞു നമ്മൾ രാവിലെ ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ പറഞ്ഞു, നമ്മളൊരു ഹൈ ഫ്രീക്വൻസിയിൽ എത്തി, അടുക്കളയിലേക്ക് ചെന്നു, ഉം. നമ്മൾ ഉം. ദേഷ്യപ്പെട്ടു. പക്ഷെ നമ്മൾ ഒരു ഡെയിലി ലൈഫിൽ നമ്മൾ ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ നമ്മുടെ ചുറ്റിനും ഒരുപാട് കാര്യങ്ങൾ വരും. ആ ഉം. വരുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഇമോഷൻസിനും ചേഞ്ച് വരില്ലേ? അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് മനുഷ്യൻ എന്ന് പറയുമ്പോൾ ദേഷ്യം, സങ്കടം, അങ്ങനെയുള്ള കുറെ ഫീലിങ്സും കൂടി ചേർന്ന ഒന്നാണല്ലോ മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് Yes. വരുന്ന ഈ ഫീലിങ്ങിനെ നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്യാതെയും, ഇപ്പൊ നമ്മൾ സന്തോഷം വരുമ്പം നമ്മൾ ചിരിക്കുന്നുണ്ട്, അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു ഫീലിംഗ് ആണ്. അപ്പം നമുക്ക് ദേഷ്യമോ അല്ലെങ്കിൽ അതുപോലെ നെഗറ്റീവ് ഇമോഷൻ വരുമ്പോഴും അത് നമ്മൾ ശരിക്കും അത് വരുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം അത് പ്രകടിപ്പിക്കരുതെന്ന് നമുക്കറിയാം. അപ്പൊ ആ ഒരു ഇമോഷനെയും ശരിക്കും നമ്മൾ മാനിക്കേണ്ടതല്ലേ? അതായത് അതും നമുക്ക് ഒരു എക്സ്പ്രസ് ചെയ്യാനൊരു അല്ലെങ്കിൽ അതൊരു സപ്രസ് ഇമോഷൻ ആവത്തില്ലേ അത്? അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കൊരു ഭയങ്കര എവിടെയെങ്കിലും കൺഫ്യൂഷനാണ്. നിങ്ങളെ പഠിപ്പിച്ചപ്പോൾ എവിടെയെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ നെഗറ്റീവ് ഇമോഷൻ എക്സ്പ്രസ് ചെയ്യരുതെന്ന്? ഇല്ല, പഠിപ്പിച്ചിട്ടില്ല മാം. എക്സ്പ്രസ് ചെയ്യണം. പക്ഷെ അതെങ്ങനെയാണ് Suppressed പക്ഷെ അപ്പൊ emotion. മാം പറഞ്ഞില്ലേ അത് കട്ടായി പോകും, നമ്മുടെ ആ ഫ്രീക്വൻസി കട്ടായി പോകും എന്ന് പറഞ്ഞില്ലേ? യെസ്, കട്ടായി പോവും. ഞാൻ അവിടെയാണ് എനിക്കൊരു അത് കൺഫ്യൂഷൻ. ഇമോഷൻ സപ്രസ് ചെയ്യാൻ പറ്റത്തില്ല. ഇമോഷൻ ഷുഡ് ബി എക്സ്പ്രസ്ഡ്, അല്ലെങ്കിൽ നമുക്ക് സൈക്കോസോമാറ്റിക് ഡിസീസ്, ഡിപ്രഷൻ പോലും വന്നേക്കാം. എല്ലാ ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യണം. പക്ഷെ അതിന് റൈറ്റ് വേ ഉണ്ട്. എങ്ങനെ ഹാങ്കർ മാനേജ് ചെയ്യണം, എങ്ങനെ സ്ട്രെസ് റിലീസ് ചെയ്യണം, എങ്ങനെ പെയിൻ, ഗ്രീഫ് റിലീസ് ചെയ്യണം, ആ കറക്റ്റ് കോൺഷ്യസ് എഫേർട്ട് അവിടെ എടുക്കണം. അതാണ് പറയുന്നത് ഐഡന്റിറ്റിയിൽ നിന്നും, ആ ആങ്കറിന്റെ ഐഡന്റിറ്റിയിൽ നിന്നും ആങ്കർ ഇല്ലാത്ത ഇമോഷൻസിന് ബ്യൂട്ടിഫുള്ളി ഇങ്ങനെ പുറത്തേക്ക് കളയുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്ന ഐഡന്റിറ്റിയിലേക്ക് നമ്മൾ മാറണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കറേജിന്റെ മുകളിലേക്കുള്ള ഒരു പൊസിഷനിലുള്ള വ്യക്തിക്ക് നന്നായിട്ട് അറിയാം ഇമോഷൻസ്, എൻ്റെ ഇമോഷൻസ്. കോൺഷ്യസ് ഞാൻ പറഞ്ഞ 4 സ്റ്റേജ് ഉണ്ട്. അൺകോൺഷ്യസ് ലിവിങ്ങിലുള്ളവർ ഇതൊന്നും നോക്കത്തില്ല. അവർക്ക് ഇത് ലോ ഓഫ് അട്രാക്ഷൻ അറിയത്തില്ല, മാനിഫെസ്റ്റേഷൻ അറിയത്തില്ല. വരുന്നത് പോലെ വരട്ടെ, ഓരോ ദിവസവും വരുന്ന പോലെ നമുക്ക് റിസൾട്ട് ഇട്ട് അങ്ങനെ ചെയ്യും. കോൺഷ്യസ് ലിവിങ്ങിലേക്ക് അതായത് കോൺഷ്യസ് ആക്ഷനിലേക്ക് കിടക്കുമ്പോൾ, കോൺഷ്യസ് ലേണിങ്ങിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കും. കോൺഷ്യസ് ക്രിയേഷനിലേക്ക് കിടക്കുമ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് കോൺഷ്യസ് ക്രിയേഷനാണ്. അതായത് ഞാൻ ഇങ്ങനെ ചെയ്ത പ്രശ്നമില്ല, ഇങ്ങനെ അവിടെയാണ് നമ്മൾ കോൺഷ്യസ് ലിവിങ് പഠിക്കേണ്ടത്. 3ാമത്തെ സ്റ്റേജ്. അത് പഠിക്കുമ്പോൾ ഇതിൻ്റെ ഉത്തരങ്ങളെല്ലാം നമുക്ക് കിട്ടും. എങ്ങനെയാണ് എൻ്റെ ഇമോഷൻ ഞാൻ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, ഈ സമയത്ത് ഞാൻ എങ്ങനെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം, ഈ സമയത്ത് ഞാൻ എങ്ങനെ റിലീസ് ചെയ്യണം എൻ്റെ ഇമോഷൻ, ഇപ്പോൾ എങ്ങനെ ഞാൻ ഫോർഗീവ് ചെയ്യണം, അവരുള്ള ദേഷ്യം ഞാൻ ഫോർഗീവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഞാൻ എന്നോട് ഫോർഗീവ് ചെയ്യേണ്ടത് എപ്പോഴാണ്, ഞാൻ അവിടെ ഞാൻ ഏത് തരത്തിലുള്ള ഇമോഷനിൽ ഞാൻ നിൽക്കണം, ഞാനിപ്പോൾ ഗിൽറ്റിലാണോ, ഷെയിമിലാണോ, ബ്ലെയിമിലാണോ, ഫിയറിലാണോ, ഡൗട്ടിലാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് കോൺഷ്യസ്ലി നമ്മൾ ആക്ഷൻ എടുക്കണം. കോൺഷ്യസ് ലിവിങ് ഐഡന്റിറ്റിയിലേക്ക് നമ്മൾ അവയർനെസ്സിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ മാം? പക്ഷെ ആ കോൺഷ്യസ് ലിവിങ്ങിലേക്ക് എത്താൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ളതിനകത്ത് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പിന്നെ മാം എനിക്കൊരു ബിഗ് താങ്ക്സ് പറയാനുണ്ട്.
കാരണം ഞാൻ ലൈഫ് കോച്ചിങ്ങിലേക്ക് ഇപ്പം മാമിന്റെ അടുക്കൽ ജോയിൻ ചെയ്തതിന് ശേഷം ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു 1-2 അവറിലൊരു സെഷൻ മാം വെച്ചിട്ടുണ്ടായിരുന്നു ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പൊ അത് ഞാൻ സത്യം പറഞ്ഞ അത് മാം യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് ടച്ചിലിരുന്ന് നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ദോഹയിൽ നിന്ന് ഒരു ക്ലയന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പുള്ളിക്കാരിക്ക് ആ ഓഫീസിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്, എപ്പോഴും പ്രശ്നങ്ങള്. അവിടെ കുറെ ടോർച്ചറിങ്ങും കാര്യങ്ങളും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ സെഷനിൽ മാം പറഞ്ഞു തന്നേക്കുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ യൂണിവേഴ്സിനോട് പറയുക, യൂണിവേഴ്സ് എനിക്ക് ഈ ഒരു പ്രശ്നം തന്നുകൊണ്ട് അങ്ങ് എനിക്ക് എന്താണ് ഇതിനെല്ലാം ഞാൻ അതിജീവിച്ച് അവിടേക്ക് എത്തുമ്പോൾ അങ്ങ് എനിക്ക് എന്ത് ഗിഫ്റ്റാണ് എനിക്ക് അങ്ങ് കരുതി വെച്ചിട്ടുള്ളത്. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ മാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ പല ക്ലയൻസിനോടും ഇത് സെയിം സാധനം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ ദോഹ എന്നുള്ള ഈ പുള്ളിക്കാരി അവരുടെ പേര് സുധയ എന്നാണ്. പക്ഷെ ഞാൻ പറയുന്നത് എന്തും അത് അവര് അതേപോലെ പ്രാക്ടീസ് ചെയ്യും. അപ്പം അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ക്ലാസ് മാം പഠിപ്പിച്ചു. അതും ഞാൻ അവർക്ക് കൊടുത്തിരുന്നു. ഇപ്പൊ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ആണ് അവർക്ക് ഉണ്ടായത്. അപ്പൊ ഞാൻ എപ്പോഴും അവരോട് പറഞ്ഞിരുന്നു, ഗ്രാറ്റിറ്റ്യൂഡ് മാത്രം കൊടുക്കുക. ആ ബുദ്ധിമുട്ടിക്കുന്ന വ്യക്തിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക, ഓഫീസിന് ഗ്രാറ്റിറ്റ്യൂഡ്, കംപ്ലീറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്. സംഭവിച്ച എന്താണെന്ന് വെച്ചാൽ ഖത്തറിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് പോലും അവർക്ക് പുതിയ ഓപ്പർച്യൂണിറ്റി, അവരുടെ ഈ ഓഫീസിൽ അവരുടെ സാലറി 3000 റിയാൽ ആയിരുന്നെങ്കിൽ അവർക്ക് വേറെ ജോലി, വേറെ കമ്പനിയിൽ 7000 റിയാലിന് ആള് ജോലിക്ക് കയറി. അപ്പൊ എനിക്ക് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങോട്ട് കിട്ടി. ഒത്തിരി ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് ഉമ്മയൊക്കെ തന്നു. ഫോണിൽ വിളിച്ച് എന്നെ വീഡിയോ കോൾ കണ്ട് എനിക്ക് ഉമ്മ തന്നു. മാഡം ആണ് ഈ ഒരു സക്സസ് എനിക്ക് തന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഒക്കെ എനിക്ക് എന്റെ മനസ്സിൽ ലിസി മാം ആയിരുന്നു. കാരണം മാഡം ആണ് അത് എന്നെ പഠിപ്പിച്ചത്. അതാണ് ഞാൻ അവർക്ക് കൊടുത്തത്. അത് ഞാനത് ഈ ക്ലാസ്സിൽ ഞാൻ ഇത് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്സിന് പുറത്തുള്ള കുറച്ച് ആൾക്കാർ ഇതിനകത്തുണ്ട്. അപ്പൊ ആ ഗ്രാറ്റിറ്റ്യൂഡ് ഇപ്പൊ മാഡം പറഞ്ഞ ആ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റിസൾട്ടിൽ സത്യത്തിൽ എത്താൻ പറ്റും എന്നുള്ളതിന്റെ ഒരു തെളിവാണത്. അപ്പൊ അവരെനിക്ക് ആ ഒരു സക്സസ് സ്റ്റോറി എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും പ്രത്യേകിച്ചും അവർ ജീവിതത്തിൽ ആദ്യമായിട്ട് അവർക്കൊരു അവർക്ക് സ്വന്തമായിട്ടൊരു ക്യാബിനിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവർ മാറി. എന്റെ അടുക്കെ വരുമ്പോൾ ഒരുപാട് ഡിപ്രസ്ഡ് ആയിരുന്നു ആള്. ഞാൻ ആ മാമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു അവര് എന്റെ അടുക്കെ വന്നത് ലോൺ മാനിഫെസ്റ്റ് ചെയ്യാനാ. ലോൺ മാനിഫെസ്റ്റ് ചെയ്യാനാണ് അവിടെ വന്നത്. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് അത് പറ്റത്തില്ല. ഒരു ലോൺ മാനിഫെസ്റ്റ് ചെയ്ത് അവരെ കൂടുതൽ എനിക്കത് പറ്റില്ല, ഞാൻ ചെയ്യില്ല എന്നാണ് അവരോട് പറഞ്ഞത്. അപ്പൊ അവരുടെ ഈ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോ ഞാൻ അതിന് സൊല്യൂഷൻ കൊടുത്തു. അതുപോലെ തന്നെ അവര് 4 വർഷം കൊണ്ട് ജീവിച്ചിരുന്നത് ഒരു ഒറ്റമുറി സ്റ്റുഡിയോ റൂം അതിലായിരുന്നു. അപ്പൊ അവര് എന്നോട് അതിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ജോലിയും ആ വീട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ലോണിനെ അവിടെ മാറ്റി വെക്കുക, അത് ഒരു രീതിയിൽ അതെങ്ങനെ വരും എന്ന് പറഞ്ഞു. ആ വീടിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ ഞാൻ പറഞ്ഞു. അവര് ഒരു അപ്പാർട്ട്മെന്റിലേക്ക് അവര് മാറി. 2 ബെഡ്റൂമും ഹോള്, കിച്ചൺ, കോർട്ട്യാർഡ് ഉൾപ്പെടെയുള്ള വീട്ടിലേക്ക് അവർക്ക് മാറാൻ പറ്റി. എല്ലാം എന്റെ ക്ലാസ്സിൽ വന്നതിന്റെ ഇതായിട്ടാണ് എപ്പോഴും എന്നോട് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ആണ് അവർക്ക്. എന്തോ അവരെ യൂണിവേഴ്സ് എന്നിലേക്ക് എത്തിച്ച ഒരു ഫീലിംഗ് എനിക്ക്. പക്ഷെ ഞാൻ മാമിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവുകളാണ് ഞാൻ അവിടെ അവർക്ക് കൊടുത്തിട്ടുള്ളത്. മാം പഠിപ്പിച്ചു തന്നിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. ലിസി മാമിലേക്ക് എത്താൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ജയ. ഉറപ്പായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് ഇപ്പം ഞാൻ ACCA ലെവൽ 1 ക്ലാസ്സിൽ ഡെപ്റ്റിന് ഓവർകം ചെയ്യുന്ന ഗ്രാറ്റിറ്റ്യൂഡ്, ഹെൽത്തിനെ ഓവർകം ചെയ്യുന്ന ബെറ്റർ ഹെൽത്തിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ്, ഹാപ്പിനെസ്, റിലേഷൻഷിപ്പ്, സക്സസ്, കരിയർ, എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് ഡിഫറെൻറ്റ് ലെവൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ACCA ലെവൽ 1 മലയാള മാസം അടുത്ത മാസം ഏപ്രിൽ 15-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 90 ഡേയ്സ് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റി ഷിഫ്റ്റിംഗ് കൊണ്ടുവരുത്തുന്ന, എല്ലാവർക്കും നല്ല നോളജും നല്ല പ്രാക്ടീസും റിയൽ ക്ലാരിറ്റിയും കിട്ടണം എന്നുള്ള ഇൻറ്റൻഷനിൽ
എടുക്കുന്ന ഒരു പ്രോഗ്രാമാണത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ രേഷ്മി എടുത്ത് കണക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റിൽ നമുക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് നമ്മളിപ്പം ആരോ ചോദിച്ചു മാനിഫെസ്റ്റേഷൻ ആണോ പവർഫുൾ, രശ്മി ആയിരുന്നോ ചോദിച്ചത്? അതെ, ഇമാജിനേഷൻ ആണോ ഏറ്റവും പവർഫുൾ? ഒന്നത്. രണ്ടാമത്തെ ഉം, ക്വസ്റ്റ്യൻ, നമുക്കിപ്പോ മാം പറഞ്ഞൊരു വീടാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പം രണ്ട് ഉം, കാര്യങ്ങൾ, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഉം. എങ്ങനെയാണ് ഒന്ന് മാത്രം കിട്ടിയിട്ടാണോ അടുത്തത് ചെയ്യേണ്ട ഒരു കൺഫ്യൂഷൻ. അത് നമ്മുടെ കപ്പാസിറ്റി, നമ്മളെ ഐഡന്റിറ്റി സ്ട്രോങ് ഐഡന്റിറ്റിയിലാണെങ്കിൽ രണ്ടല്ല മൂന്നും മാനിഫെസ്റ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. കണക്ഷൻ കൊടുത്തുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യണം, അതിന് അറ്റാച്ച് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്യും. ഇപ്പൊ വീട്, കാറ്. ഇപ്പൊ വീട്ടിൽ കാറിൽ നിന്നും ട്രാവൽ ചെയ്ത് വന്ന് കാർ പോർച്ചിൽ ഇട്ടിട്ട് നമ്മൾ ആ പുതിയ വീട്ടിലേക്ക് കയറുന്നു, പുതിയ ഗേറ്റ് തുറക്കുന്നു. അത് രണ്ടും കൂടെ കണക്ട് ചെയ്യാം. ഇനി അതിന്റെ കൂടെ തന്നെ മണി കണക്ട് ചെയ്യാം. കണക്ഷൻ വേണം അതുമായിട്ടൊരു അതിനകത്ത് 100% ക്ലാരിറ്റി വേണം. രണ്ടെന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷനിൽ ഇമാജിനേഷൻ പവർഫുൾ ആണ്. പക്ഷെ ഇമാജിനേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫീലിംഗ് എന്താണ്, അതാണ് ഈവൻ മോർ പവർഫുൾ. അതായത് മാം ഫീലിംഗ് നമ്മൾ 5 സെൻസ് ഉപയോഗിക്കണം, അങ്ങനെയാണോ? 5 സെൻസ്. 5 സെൻസ് വേണം, ഫീൽ ചെയ്യണം. ഇപ്പം ഞാൻ പറയാം, ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. ഞാനൊരു കാര്യം ഞാനൊരു വിഷ്വലൈസേഷൻ, ഇമാജിനേഷൻ, മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ ആ പ്രോസസ്സ് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഓരോ സെൽസിലും ഉണ്ടാകുന്ന സന്തോഷം, ആ മൊമെന്റിൽ ഞാൻ നിന്ന് ഞാൻ തമ്പുരാനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ആ സംഭവം, ആ ഫീലിംഗ് വന്ന് എൻ്റെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകണം. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകണം. അവിടെയാണ് നമ്മുടെ ഫീലിംഗ് വരുന്നത്. അത് വരണം നിങ്ങൾക്ക്. ആ സന്തോഷ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ അത് കിട്ടുമ്പോൾ മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യുമ്പം ഹൃദയത്തിലേക്ക് ഏറ്റവും, ഞാൻ അതാണ് പറയുന്നത്, നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് മാത്രം എടുക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ആ മൊമെന്റിൽ എന്നെ അവിടെ എത്തിച്ച എല്ലാവരോടുള്ള നന്ദി കൊണ്ട് എൻ്റെ ഹൃദയം നിറയണം. ബ്ലഡി ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് ഞാൻ പറയും, അങ്ങേറ്റത്തെ ഗ്രാറ്റിറ്റ്യൂഡ്. എന്ന് വെച്ചാൽ ഞാനത് അത്രയും പവർഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വാക്ക് പറയുന്നത്. ദൈവം എനിക്ക് തന്നല്ലോ, ദൈവവുമായിട്ട് അത് കിട്ടി ഞാൻ അനുഭവിക്കുന്ന സന്തോഷത്തിന് ഞാൻ നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ എല്ലാ സിരകളിലും, എൻ്റെ തലമുടി മുതൽ കാൽപാദം വരെ നന്ദി കൊണ്ടും ആ ഫീലിംഗ് കൊണ്ട് നിറഞ്ഞ് ത്രസിക്കണം. അങ്ങനെ വരണം. അതാണ് ആ ഒരു ഫീലിംഗിലേക്ക് നിങ്ങൾ എത്തിയാൽ, ഫീലിംഗ് ഈസ് ദ ഫ്യൂൽ ഓഫ് ലൈഫ്. രശ്മി ഇപ്പൊ മാനിഫെസ്റ്റേഷൻ മാം ഈ കോച്ച്, അസുഖം ഈ മാനിഫെസ്റ്റേഷൻ കോച്ച് നമ്മുടെ മാനിഫെസ്റ്റേഷൻ മാസ്റ്ററി പ്രോഗ്രാമിൽ കണ്ടില്ലല്ലോ. ഞാൻ ആരെയും സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഒരു സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സെഷൻ കഴിഞ്ഞ് അറ്റൻഡ് ചെയ്ത് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവര് അതിൻ്റെ ആർക്കെങ്കിലും ആ ഒറ്റ സെഷന്റെ എന്തെങ്കിലും ഇൻസൈറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയും. നിഷയോ മിനിയോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എന്തായാലും അവർ പറയും. ഒറ്റ സെഷനാണ് എടുത്തുള്ളത്. മാം ഞാൻ നിഷയുണ്ട്. നിഷ പ്ലീസ് നിഷ. ആക്ച്വലി ഞാൻ മാമിന്റെ ഒരു സെഷനാണ് ഫസ്റ്റ് സെഷൻ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെഷനിൽ തന്നെ ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു സെഷനാണ്. ഭയങ്കര ഇമ്പാക്ട്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാം നമ്മുടെ തോട്ട് പ്രോസസ്സിനെ തന്നെ മാറ്റുന്ന രീതിയിലാണ് മാം എനിക്ക് തോന്നിയത് ആ സെഷൻ ഡിസൈൻ ചെയ്തിരിക്കണം എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ അത് മാത്രമല്ല, അതിന്റെ ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡേയ്സിന്റെ കംപ്ലീറ്റ് പ്രാക്ടീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സെഷനാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഫസ്റ്റ് പ്രാക്ടീസ് ആണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ആ പ്രാക്ടീസ് തന്നെ വളരെ അധികം ഡെപ്ത് ഉള്ള ഒരു പ്രാക്ടീസ് ആയിട്ടാണ് തോന്നിയത്. കാരണം എന്താ വെച്ചാൽ മോർണിംഗ് ആൻഡ് ഈവനിങ് പ്രാക്ടീസസ് ഉണ്ട്. അപ്പൊ നമ്മളത് ശരിക്കും ജുഡീഷ്യസ്ലി ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതിന് ഇമ്പാക്ട് ഉണ്ടാവുള്ളൂ എന്നുള്ളത് എനിക്ക് ഫസ്റ്റ് സെഷനിൽ തന്നെ എനിക്ക് മനസ്സിലായി. വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു സെഷനാണ്. നെക്സ്റ്റ് മന്ത് ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഇനി ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഒരു സെഷൻ കഴിഞ്ഞു, ജോയിൻ ചെയ്ത് കൂടെ വരാൻ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണ്. ലൈക്ക് നിഷ സെറ്റ്, നിങ്ങളത് സീരിയസ് ആവുന്നവർക്ക് മാത്രം ആണ് ഈ ഒരു കോഴ്സ്. സീരിയസ് ആയിട്ട് ലൈഫിനെ കാണുന്നവർക്ക്, സീരിയസ് ആയിട്ട് മാനിഫെസ്റ്റർ ആകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രം ഈ ക്ലാസ്സോട് യൂസ്ഫുൾ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നവർക്ക് മാത്രം ഓക്കെ എന്ന് ഞാൻ പറഞ്ഞത്. മിനിയും സെഷനിലുള്ളതാണ്. മിനി പറഞ്ഞോട്ടെ. യെസ് പ്ലീസ്. ഇപ്പൊ മാം ഈ പറഞ്ഞ ഇതിലെ കുറെ ടോപ്പിക്സുകളില്ലേ, അതെല്ലാം തന്നെ ആ ഫസ്റ്റ് ഡേയിലെ പ്രാക്ടീസിൽ തന്നെ ഉണ്ട്, ഇൻക്ലൂഡിങ് ആക്ഷൻ. നമുക്ക് എല്ലാവർക്കും അധികം ഈ ആക്ഷൻ എടുക്കാനാണ് മിക്കവർക്കും ഒരു ബുദ്ധിമുട്ട് വരാറുള്ളത്. പക്ഷെ ഇൻക്ലൂഡിങ് എനിക്ക് ആ ഫസ്റ്റ് ഡേയിലെ പ്രാക്ടീസിൽ
നമ്മൾ എടുക്കേണ്ട ആക്ഷന് വരെയുള്ള പ്രാക്ടീസ് അതിലുണ്ട്. താങ്ക് യു സോ മച്ച്. സോ ഇതിൻ്റെ ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഈ ഡിഫറൻസിയേഷൻ ചോദിച്ചുകൊണ്ട് അവരുടെ അനുഭവം ഷെയർ ചെയ്യിപ്പിച്ചിട്ടേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് നിഷ ആൻഡ് മിനി ഫോർ ഷെയറിങ് യുവർ എക്സ്പീരിയൻസ് ഹിയർ. ആൻഡ് താങ്ക് യു സോ മച്ച്. നമ്മുടെ സമയം ഒരുപാട് കഴിഞ്ഞു. നമ്മൾ 1 മണിക്കൂറാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സമയം കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു ഒരു സോ ചെറിയ ക്വസ്റ്റ്യൻ. നമ്മുടെ ഈ ഓക്കെ. ഡെപ്റ്റ് അല്ലെങ്കിൽ ഈ അസുഖമുള്ള ആള് അവരും ഗ്രേറ്റ്ഫുൾ ആവണമല്ലോ, ഗ്രാറ്റിറ്റ്യൂഡ് പറയണമല്ലോ. അപ്പൊ ആ സമയത്തുള്ള വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം കംപ്ലീറ്റ് ഓവർകം ചെയ്ത് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കണം വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത് അല്ലേ? യെസ്, അങ്ങനെ പറ്റണം. അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഓൾറെഡി അവർക്ക് കുറച്ച് ഹെൽത്ത് ഉണ്ട്. ഉം. ഇനി അവർക്ക് മൈൻഡ് വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതിന് നന്ദി പറഞ്ഞു തുടങ്ങുക. നടക്കാൻ Okay. പറ്റുന്നുണ്ട്, ഇരിക്കാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ, ഉള്ളതിനെ നമ്മൾ കാണണം. ഉള്ളതിനെ Okay. കാണണം, നല്ലതിനെ കാണണം. ഉള്ള നല്ലതിനെ നമ്മൾ എടുത്ത് നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ ബാക്കിയുള്ള നമ്മളിലേക്ക് കൂടുതൽ കൂടുതൽ ആരോഗ്യം നമ്മളിലേക്ക് വരും. പിന്നെ ഫുള്ളി ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു വിഷ്വലൈസേഷൻ ചെയ്യാമല്ലോ ഇതിന്റെ ഒപ്പം യെസ് തന്നെ. യെസ്. അവർക്ക് ഞാൻ പറഞ്ഞല്ലോ, മനസ്സിന് എന്താ വേണം? വിശ്വസിക്കണമെങ്കിൽ എവിഡൻസ് വേണം. ഉം. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഉള്ളത് ചെയ്ത് നോക്കൂ. ചെയ്യാം. അപ്പോൾ മനസ്സ് വിശ്വസിക്കും അവിടെ. ഉം. ഇതെനിക്ക് ഉണ്ടല്ലോ, മനസ്സിനെ നമുക്ക് പഠിപ്പിക്കാൻ എളുപ്പമാണ്. സബ് കോൺഷ്യസ് ഇതെനിക്ക് ഉള്ളതല്ലേ ഞാൻ പറയുന്നത്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് ഉം. അവർക്ക് അതിലേക്ക് റിസൾട്ട് കിട്ടും. Result ഉള്ള വരും. പൈസയ്ക്ക് ഉം. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയൂ, കൂടുതൽ പൈസ വന്നു തുടങ്ങും. അപ്പോൾ വീണ്ടും വന്നു പൈസ തുടങ്ങും. വന്നു. അപ്പോൾ നമ്മുടെ ബിലീഫിനെ, നമ്മുടെ അസംഷൻസ് മാറും. അതാണ് അവിടെ ഹിഡൻ ആയിട്ടുള്ള ഒരു സാധനമാണത്. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇനി ഒരു ക്വസ്റ്റ്യനും ഇല്ലെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അടുത്ത മാസം മുതൽ 499 അടയ്ക്കുക എന്നാണ് പറയുന്നത്. നമ്മുടെ ടീം അതാണ് പറയുന്നത്. ടീം പറയുന്നത് പോലെ എനിക്ക് അനുസരിക്കാൻ പറ്റുള്ളൂ. ഇനി രേഷ്മയ്ക്ക് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ? രേഷ്മയുണ്ടോ? രേഷ്മ, ഹലോ, ഗുഡ് മോർണിംഗ്. ഹായ്. FBN ECA ലെവൽ 1 ഇനിയും അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക. 31st അഡ്മിഷൻ ക്ലോസ് ചെയ്യും. സോ അതിനുശേഷം നമുക്ക് ആ ഒരു ഓഫർ പ്രൈസിന് തരാൻ കഴിയില്ല. സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഹാവ് എ വണ്ടർഫുൾ വീക്കെൻഡ്. സൺഡേ അടിച്ചു പൊളിക്കുക, ഒരുപാട് സ്നേഹിക്കുക, ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആകുക, ഒരുപാട് സന്തോഷിക്കുക. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു മാം. Thank you. താങ്ക് യു. നമ്മളൊരു ഫോട്ടോ എടുത്തില്ല അല്ലേ? ഒരു സ്ക്രീൻഷോട്ട് എടുക്കാമോ? ലവ് കൊടുത്തിട്ട് പരസ്പരം എല്ലാവർക്കും ഒരു സ്നേഹം കൊടുക്കാം. ഇന്ന് അടിപൊളി ദിവസമല്ലേ, നമുക്കൊന്ന് സ്നേഹം കൊടുക്കാം. ഓക്കെ, ഒരു സ്ക്രീൻഷോട്ട് ആരെങ്കിലും എടുത്ത് നമ്മുടെ ഗ്രൂപ്പിലിട്ടാണേ. എല്ലാവരും ഈ സാധനം കൊടുക്കും. നൈസ്. ഓക്കെ, ഗുഡ് ഗുഡ്. സോ സൂപ്പർ. താങ്ക് യു സോ മച്ച്. വിൽ സീ യു അഗൈൻ. ബൈ. താങ്ക് യു. ബൈ.